ഓക്കെ, അപ്പൊ ഇനി ലാസ്റ്റ് സെക്ഷൻ. Okay, page number 5, section number 29. Public offer of securities to be in demat form, dematerialized form. Okay. അപ്പോൾ പിന്നെ നമ്മളിപ്പോൾ ഒരു ഷെയർ വാങ്ങുമ്പോൾ ഫിസിക്കലി നമുക്ക് ഷെയർ വാങ്ങാനും പറ്റും, അല്ലാണ്ട് ഷെയർ മാർക്കറ്റ് ത്രൂ ഷെയർ വാങ്ങാനും പറ്റും. അപ്പോൾ ഇപ്പോൾ പ്രൈവറ്റ് പ്ലേസ്മെന്റ് ഒക്കെ എഴുതുന്നത്, ഇപ്പോൾ പ്രൈവറ്റ് കമ്പനീസ് ഒക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് നമുക്കിപ്പോൾ ഈ ഒരു ഷെയർ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് നമ്മൾ അടുത്ത ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. ഷെയർ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഷെയർ വാങ്ങുന്ന ആൾക്ക് കമ്പനി എന്ത് ചെയ്യണം, ഒരു ഷെയർ സർട്ടിഫിക്കറ്റ് കൊടുക്കണം. ഇപ്പം നോർമലി നമ്മളിപ്പോൾ ഒരു ബാങ്കിൽ FD ഇട്ടാലും നമുക്കൊരു FD സർട്ടിഫിക്കറ്റ് ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു ഷെയർ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. അപ്പോൾ ഈ ഷെയർ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ കമ്പനി ഡയറക്ട്ലി ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്ക്, ഷെയർ ഹോൾഡർക്ക് ഇഷ്യൂ ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് ആണ് ഷെയർ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവിടെ രണ്ട് പാർട്ടീസേ ഉള്ളൂ, കമ്പനിയും ഈ ഇൻവെസ്റ്ററും ഷെയർ ഹോൾഡറും. നേരെ മറിച്ച് ലിസ്റ്റഡ് കമ്പനീസ് ആണെന്നുണ്ടെങ്കിൽ ഈ ഇൻവെസ്റ്ററും കമ്പനിയും തമ്മിൽ ഡയറക്റ്റ് കണക്ഷൻ ഒന്നും ഉണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇന്ന് ഷെയർ വാങ്ങിക്കുന്ന നാളെ വിൽക്കും, അങ്ങനെ ആയിരിക്കുമല്ലോ. പെട്ടെന്ന് വിൽക്കുന്ന സംഭവമായിരിക്കും ലിസ്റ്റഡ് ഷെയർസ് ആകുമ്പോൾ. അപ്പോൾ അവിടെ കമ്പനി ഇങ്ങനെ ഷെയർ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുക, ആൾക്ക് അയച്ചെടുക്കുമ്പോൾ ഇത്തിരി സാധനം അതിൽ വിറ്റുണ്ടാവും. അപ്പോൾ അതിൽ വലിയ പ്രസക്തി ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഡിമാറ്റ് ഫോമിലാണ് അത് കീപ്പ് ചെയ്യുക. ഡിമാറ്റ് ഫോം എന്ന് പറയുമ്പോൾ ഡെപ്പോസിറ്ററി എന്ന് പറഞ്ഞാൽ രണ്ട് ഡെപ്പോസിറ്ററി ആയിട്ടുള്ളത്, CDSലും NSDലും. കേട്ടില്ല നിങ്ങൾ? NSD എന്ന നാഷണൽ സെക്യൂരിറ്റീസ് ഡെപ്പോസിറ്ററി ലിമിറ്റഡ്, CDS എന്ന് പറയുമ്പോൾ സെൻട്രൽ ഡെപ്പോസിറ്ററി ഓഫ് സെക്യൂരിറ്റീസ് ലിമിറ്റഡ്. രണ്ട് ഡെപ്പോസിറ്ററി ആണുള്ളത്, CDSലും NSDലും. ഓക്കെ, അപ്പോൾ ഇവരാണ് ഇതിന്റെ എന്താ പറയാ ഓർഡർ കീപ്പ്, മീൻസ് ഇതിന്റെ എന്താ പറയാ അതിന്റെ രജിസ്റ്റർ കീപ്പ് ചെയ്യുക. അതായത് ഓരോ ഷെയർ ആരാണ് അതിന്റെ ഹോൾഡർ, അപ്പോൾ ഓരോരുത്തർ പാൻ നമ്പർ ഒക്കെ ബേസ് ചെയ്തിട്ട് അങ്ങനെ ഡിമാറ്റ് അക്കൗണ്ടിലാണ്, ഡിമാറ്റിലാണത്, ഡിമെറ്റീരിയലൈസ്ഡ് ഫോമിലാണ് അത് കീപ്പ് ചെയ്യുക. ഓക്കെ, അപ്പൊ എന്ന് പറഞ്ഞാൽ കമ്പനി ഒരിക്കലും ഷെയർ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യില്ല ഡിമാറ്റ് സെക്യൂരിറ്റീസിന്റെ കേസിൽ. ഓക്കെ, അപ്പോൾ ഏതൊക്കെ ഷെയറുകളാണ് ഡിമാറ്റ് ഫോമിൽ കീപ്പ് ചെയ്യേണ്ടത് എന്ന് പറയുന്ന സംഭവമാണ് സെക്ഷൻ 29. ഓക്കെ, പബ്ലിക് കമ്പനീസ്, എല്ലാ പബ്ലിക് കമ്പനീസും അങ്ങനെയാണോ, അതോ ലിസ്റ്റഡ് കമ്പനീസ് മാത്രമാണോ? പ്രൈവറ്റ് കമ്പനീസിന് ഡിമാറ്റ് സെക്യൂരിറ്റീസ് വേണോ? നീ പറ്റുമോ, നിർബന്ധമാണോ, അതോ ഓപ്ഷനാണോ, നീ പറ്റൂലേ? അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് സെക്ഷൻ 29 പറയണത്. അപ്പോൾ ഇതിനൊരു റൂളുണ്ട്, പാസ് 9 എന്ന റൂളുണ്ട്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ അത് ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇല്ല, ഞാൻ ഇതിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജസ്റ്റ് ഇങ്ങനെ വായിച്ചു പോകാനേ ഉള്ളൂ, ടെക്സ്റ്റ് ബുക്കിൽ ജസ്റ്റ് ഇങ്ങനെ പറയുന്നേ ഉള്ളൂ. ഓക്കെ, റൂള് ഇവിടെ അല്ല, ഇതിന് അപ്പുറത്തുള്ളത്. അപ്പോൾ നോക്കാം, ഫസ്റ്റ് ജനറൽ ആയിട്ട് പറയുമ്പോൾ എന്താണ്, ഫോളോയിങ് കമ്പനീസ് ഷാൾ ഇഷ്യൂ സെക്യൂരിറ്റീസ് ഓൺലി ഇൻ ഡിമെറ്റീരിയലൈസ്ഡ് ഫോം. ഡിമാറ്റ് ഫോമിൽ മാത്രമേ വെക്കാൻ പറ്റുള്ളൂ. ബൈ കംപ്ലൈയിങ് വിത്ത് ദി പ്രൊവിഷൻസ് ഓഫ് ഡെപ്പോസിറ്ററീസ് ആക്ട് 1996. എവറി കമ്പനി മേക്കിംഗ് പബ്ലിക് ഓഫർ. ഓക്കെ, എന്ന് പറഞ്ഞാൽ ലിസ്റ്റഡ് കമ്പനീസ് നിർബന്ധമായിട്ടും ഡിമാറ്റ് ഫോമിലാണ് ഷെയർസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ അതിൽ വേറെ കാര്യം കൂടി പറയണ്ടേ. അതായത് ഇപ്പോ ഒരു ലിസ്റ്റഡ് അല്ലാത്തൊരു കമ്പനി ലിസ്റ്റ് ചെയ്യാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ, അതുവരെ ഉള്ള ഷെയറുകൾ ഡിമാറ്റ് ഫോമിൽ ആയിക്കോളും എന്ന് നിർബന്ധമില്ല. അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് കമ്പനി പബ്ലിക് കമ്പനി ആക്കിയിട്ട് അങ്ങനെ ലിസ്റ്റ് ചെയ്യാണ്. അപ്പൊ അതുവരെയുള്ള ഷെയറുകൾ ലിസ്റ്റഡ് ആയിരിക്കും എന്നല്ല, ഫിസിക്കൽ ഫോമിലായിരിക്കും ഉണ്ടാവുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, the promoters of every public company making a public offer of any convertible securities may hold such securities only in demat form. അപ്പോൾ അതുകൊണ്ട് എന്താണ്, ഓരോ ആൾക്കാരും അവരുടെ കയ്യിലുള്ള ഈ ഫിസിക്കൽ ഫോമിലുള്ള സെക്യൂരിറ്റീസിനെ ഡിമാറ്റ് ഫോമിലേക്ക് മാറ്റണം. അതാണ് ഈ പോയിന്റ് പറയുന്നത്. എനി കമ്പനി മേ കൺവേർട്ട് ഇറ്റ് സെക്യൂരിറ്റീസ് ഇൻ ടു ഡിമാറ്റ് ഫോം ഓർ ഇഷ്യൂ ഇറ്റ് സെക്യൂരിറ്റീസ് ഇൻ ഫിസിക്കൽ ഫോം ഇൻ അല്ലല്ല ഇത് വേറെ സാധനം. അപ്പൊ താഴെ റൂൾസിൽ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ പറയാം, ഒരു ഭാഗത്ത് നിന്ന് പറയാം. അതായത് ഒരു കമ്പനി ലിസ്റ്റഡ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ പബ്ലിക് ഓഫർ ത്രൂ ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്ന കമ്പനികളാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അവരുടെ ഷെയറുകൾ ഡിമാറ്റ് ഫോമിലായിരിക്കണം. ഓക്കെ, അതാണ് ഫസ്റ്റ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ നോക്കിക്കോ,
In case of such class or classes of unlisted companies, the securities shall be held or transferred only in demat form in the manner. എന്ന് പറഞ്ഞാൽ ഇനി അൺലിസ്റ്റഡ് കമ്പനി ആണെങ്കിൽ പോലും സെക്യൂരിറ്റീസ് നമ്മൾ ഡിമാറ്റ് ഫോമിൽ വെക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ റൂൾസ് വന്നിട്ടുണ്ട്. പാസ് 9 റൂൾസ് ഉണ്ട്. അതായത് അൺലിസ്റ്റഡ് പബ്ലിക് കമ്പനി ഡിമാറ്റ് ഫോമിൽ ഷെയർ കീപ്പ് ചെയ്യേണ്ടതിനെ കുറിച്ചിട്ട് അത് നമ്മൾ പഠിക്കേണ്ടത് താഴെ പറയുന്നുണ്ട്. ഇനി എനി കമ്പനി അതർ ദാൻ എ കമ്പനി മെൻഷൻഡ് അബോവ് എന്ന് പറഞ്ഞാൽ ഏതാ? മുകളിൽ നമ്മൾ രണ്ട് കമ്പനിയെ കുറിച്ചാണ് പറഞ്ഞത്. ഒന്ന് ലിസ്റ്റഡ് കമ്പനി, ഒന്ന് അൺലിസ്റ്റഡ് പബ്ലിക് കമ്പനി. അപ്പൊ ഇതല്ലാത്ത കമ്പനി ഏതാ? പ്രൈവറ്റ് കമ്പനി. പ്രൈവറ്റ് കമ്പനി എന്ന് പറഞ്ഞാൽ ലിസ്റ്റ് ചെയ്യില്ലല്ലോ. അപ്പൊ പ്രൈവറ്റ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ may convert its securities into demat form or issue its securities in physical form. എന്ന് പറഞ്ഞാൽ എന്താ? പ്രൈവറ്റ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ അവർക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഫിസിക്കൽ ഫോമിൽ വേണമെങ്കിൽ കീപ്പ് ചെയ്യാം, അതല്ല അവർക്ക് ഡിമാറ്റിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഡിമാറ്റിൽ മെയിൻറ്റെയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ലിസ്റ്റഡ് കമ്പനീസ് ആണെങ്കിൽ നിർബന്ധമായിട്ടും ഡിമാറ്റ് ഫോമിലായിരിക്കണം. അൺലിസ്റ്റഡ് പബ്ലിക് കമ്പനീസ് ആണെന്നുണ്ടെങ്കിൽ അതിന് സ്പെഷ്യൽ റൂൾസ് താഴെ വരാൻ പോകുന്നുണ്ട്. ഇനി പ്രൈവറ്റ് കമ്പനീസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ഡിമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാം, അതല്ലെങ്കിൽ അവർക്ക് ഫിസിക്കൽ ഫോമിൽ തന്നെ അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ the promoters of every public company making a public offer of any convertible securities may hold such securities only in demat form. Okay, ഇനി അൺലിസ്റ്റഡ് പബ്ലിക് കമ്പനീസ് ടേബിൾ ഞാൻ കൊടുത്തിട്ടുണ്ട് താഴെ. എവറി അൺലിസ്റ്റഡ് കമ്പനി ഷാൾ ഇഷ്യൂ ദ സെക്യൂരിറ്റീസ് ഓൺലി ഇൻ ഡിമാറ്റ് ഫോം and also facilitate dematerialization of all existing securities. എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ലിസ്റ്റഡ് കമ്പനീസിനാണ് ഡിമാറ്റ് ഫോം നിർബന്ധമായിട്ടുള്ളത്. ഇപ്പൊ എന്താക്കിയെന്ന് പറഞ്ഞാൽ പുതിയ റൂൾസ് ആണത്. 2018-19 വന്ന സംഭവമാണ്. അതായത് അൺലിസ്റ്റഡ് ആണെന്നുണ്ടെങ്കിലും പബ്ലിക് കമ്പനീസ് ആണെങ്കിലും എന്ത് ചെയ്യണം? അവര് ഡിമാറ്റ് ഫോമിൽ തന്നെ ഷെയർസ് മെയിൻറ്റെയിൻ ചെയ്യണം. എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. The company shall facilitate dematerialization of all existing securities. എന്ന് പറഞ്ഞാൽ പുതുതായിട്ട് ഇഷ്യൂ ചെയ്യാൻ പോകുന്ന ഷെയറുകൾ മാത്രമല്ല, നിലവിൽ അവരുടെ കയ്യിലുള്ള ഷെയറുകളും അവർ ഡിമാറ്റിലേക്ക് മാറ്റണം. ഓക്കെ, അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ട് ഡീറ്റെയിൽ ആയിട്ട് താഴെ പറയുന്നുണ്ട്. അപ്പോൾ കുറച്ച് പേജുകൾ മറിച്ചാല് അവിടെ പേജ് നമ്പർ 14, Dematerialization of unlisted public companies. അപ്പോൾ റൂൾ 9 നോക്ക്. റൂൾ 9A ആണ്, റൂൾ 9 അല്ല, റൂൾ 9A. ഓക്കെ, അപ്പോൾ എവറി അൺലിസ്റ്റഡ് പബ്ലിക് കമ്പനി ഷാൾ ഇഷ്യൂ ദ സെക്യൂരിറ്റീസ് ഓൺലി ഇൻ ഡിമാറ്റ് ഫോം ആൻഡ് ഓൾസോ ഫെസിലിറ്റേറ്റ് ഡീമെറ്റീരിയലൈസേഷൻ ഓഫ് ഓൾ എക്സിസ്റ്റിംഗ് സെക്യൂരിറ്റീസ്. നമ്മൾ പറഞ്ഞത്. ഇനി അതുമായി ബന്ധപ്പെട്ട റൂൾസ് ആണ്. നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ട് മെറ്റീരിയൽ ഡീറ്റെയിൽ ആയിട്ട് ഇല്ല കേട്ടോ, ഡീറ്റെയിൽ ആയിട്ടൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ ഒരു സൂചന നൽകി പോണേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് വായിച്ചു നോക്കാം. ഓക്കെ, ഞാൻ പിന്നെ പറഞ്ഞിട്ട് ലിസ്റ്റഡ് കമ്പനീസിന്റെ സാധനമാണ്, സെബി ആണ്, എല്ലാവരും ഉള്ളിലേക്ക് ഡീപ്പായിട്ട് പോകേണ്ട കാര്യമില്ല, മെറ്റീരിയലും ഇല്ല, കാര്യമായിട്ടൊന്നുമില്ല, ജസ്റ്റ് മെൻഷൻ ചെയ്ത് പോണേ ഉള്ളൂ. റൂൾ 9 ഇത്രേ പറയുന്നുള്ളൂ, വേറെ ഒന്നും ഒരു കാര്യമായിട്ട് പറയണില്ല. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നമുക്ക് വായിച്ചു പോവാം. അപ്പോൾ നോക്കാം. അപ്പോൾ ബിഫോർ മേക്കിംഗ് ആൻ ഓഫർ ഫോർ ഇഷ്യൂ ഓഫ് എനി സെക്യൂരിറ്റീസ്, ബൈബാക്ക് ഓഫ് സെക്യൂരിറ്റീസ്, ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ് ഓർ റൈറ്റ്സ് ഓഫർ, എവറി അൺലിസ്റ്റഡ് കമ്പനി ഷാൾ എൻഷുർ ദാറ്റ് entire holding of securities of its promoters, directors, key managerial personnel has been dematerialized. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇപ്പൊ ഒരു കമ്പനിക്ക് ഇപ്പൊ നമ്മളിങ്ങനെ പറഞ്ഞല്ലോ, എല്ലാ കമ്പനികളും എല്ലാ അൺലിസ്റ്റഡ് പബ്ലിക് കമ്പനീസും ഡിമാറ്റ് ഫോമിലാക്കണം, നിലവിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സ് ഡിമാറ്റിലേക്ക് മാറണം. ഓക്കെ, ഇപ്പൊ ഒരു കമ്പനി ഒന്നും ചെയ്തിട്ടില്ല എന്ന് വിചാരിച്ചോ, ചെയ്തിട്ടില്ല അവരെന്ത് സംഭവിക്കുക? അവർക്ക് പുതുതായിട്ട് ഇനി ഷെയർ ഇഷ്യൂ ചെയ്യാൻ പറ്റൂല. അതായത് ആ നിലയിൽ നിന്നുകൊണ്ട് അവർക്ക് പുതുതായിട്ട് ഷെയർ ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല, ബോണസ് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്കറിയാലോ, കമ്പനിയുമായി ബന്ധപ്പെട്ട് എന്ത് സംഭവങ്ങളോ അതല്ല അതൊക്കെ ROC-യിലേക്ക് ഫയൽ ചെയ്യണം. ഒരു കമ്പനി റൈറ്റ്സ് ഇഷ്യൂ ചെയ്താൽ അത് ROC-യിലേക്ക് ഫയൽ ചെയ്യണം, ബോണസ് ഇഷ്യൂ ചെയ്താൽ ROC-യിലേക്ക് ഫയൽ ചെയ്യണം. അപ്പൊ എന്ത് സംഭവമാണെങ്കിലും ROC-യിലേക്ക് ഫയൽ ചെയ്യണം. അപ്പൊ നമ്മൾ ബോണസ് ഇഷ്യൂ ചെയ്തിട്ട് ROC-യിലേക്ക് ഫയൽ ചെയ്യുമ്പോൾ നമ്മുടെ ഷെയറുകളൊന്നും ഈ ഡിമാറ്റ് ഫോമിൽ അല്ലാന്നുണ്ടെങ്കിൽ അവരത് ആക്സെപ്റ്റ് ചെയ്യില്ല, അത് റിജക്ട് ചെയ്യും.
മനസ്സിലായോ? അപ്പൊ അത് ROCയിലേക്കുള്ള കണക്ഷൻ എന്നുള്ളത് അത് ഒരു കമ്പനി ആയാൽ മതി. അത് പബ്ലിക് കമ്പനി ആണെന്നോ അല്ലെങ്കിൽ ലിസ്റ്റഡ് കമ്പനി ആണോ എന്നല്ലല്ലോ. പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ പോലും പ്രൈവറ്റ് കമ്പനിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഓരോ സംഭവങ്ങളും നമ്മൾ ROCയിലേക്ക് ഫയൽ ചെയ്യണം അല്ലെ? ഇപ്പൊ ചെറിയ ആർട്ടിക്കിൾസ് മാറിയാലോ MOI മാറിയാലോ എന്താണെങ്കിലും ഒക്കെ നമ്മൾ ROCയിലേക്ക് ഇന്റിമേറ്റ് ചെയ്യണം. അപ്പോ ഈ പറയുന്ന രീതിയിൽ ഡിമാറ്റിലേക്ക് മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ആക്ടിവിറ്റീസ് ഒന്നും നടത്താൻ പറ്റില്ല. പുതിയതായിട്ട് സെക്യൂരിറ്റീസ്, പുതിയതായിട്ട് ഷെയറോ അല്ലെങ്കിൽ മറ്റ് സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല, ബൈബാക്ക് പറ്റില്ല, ബോണസോ റൈറ്റ്സോ ഒന്നും പറ്റില്ല. ഓക്കെ, അപ്പൊ അതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സ് ഒക്കെ എന്തായാലും ഡിമാറ്റിലേക്ക് അവരുടെ ഷെയറുകൾ മാറ്റണം. ഇനി അതേപോലെ തന്നെ എവറി ഹോൾഡർ ഓഫ് സെക്യൂരിറ്റീസ് ഓഫ് എ unlisted public company who intends to transfer such securities shall get the securities dematerialized before the transfer, or who subscribes to any securities of an unlisted public company shall ensure that all his existing securities are held in dematerial. എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ കമ്പനിയുടെ പോയിന്റ് ഓഫ് വ്യൂലാണ് പറഞ്ഞത്. ഇത് ആ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സ് അവർക്ക് അവരുടെ ഷെയറുകൾ വിൽക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം കമ്പനി, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഷെയർ ഹോൾഡേഴ്സ് എന്ത് ചെയ്യേണ്ടി വരും, കമ്പനി ഫോഴ്സ് ചെയ്തിട്ട് കമ്പനി കൊണ്ടത് ഡിമാറ്റിലേക്ക് മാറ്റേണ്ട പണി ചെയ്യേണ്ടി വരും. അപ്പോൾ പുതിയ ഇനിയിപ്പോ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് പുതിയ ഷെയർ വാങ്ങാനാണെങ്കിലും അവരുടെ കയ്യിലുള്ള ഷെയറുകൾ അവർക്ക് ട്രാൻസ്ഫർ ചെയ്യാനാണെന്നുണ്ടെങ്കിലും അവരുടെ കയ്യിൽ കമ്പനിയുടെ ഷെയറുകളെല്ലാം ഡിമാറ്റ് ഫോമിലേക്ക് മാറിയിട്ടുണ്ടാവണം. ഇനി അപ്ലിക്കേഷൻ ടു ദി ഡെപ്പോസിറ്ററി. എവറി അൺലിസ്റ്റഡ് പബ്ലിക് കമ്പനീസ് ഷാൾ ഫെസിലിറ്റേറ്റ് ഡിമാറ്റീരിയലൈസേഷൻ ഓഫ് ഓൾ ഇറ്റ്സ് എക്സിസ്റ്റിംഗ് സെക്യൂരിറ്റീസ് ബൈ മേക്കിംഗ് നെസസറി അപ്ലിക്കേഷൻ ടു എ ഡെപ്പോസിറ്ററി. അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ഈ ഡെപ്പോസിറ്ററി ആണ് ഇത് നമ്മളുടെ ഷെയറുകൾ ഡിമാറ്റ് ഫോമിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാല് ROC എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ROC എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ എന്ന് നോക്കാനുള്ളതാണ് അല്ലെ? അപ്പൊ ഡിമെറ്റീരിയലൈസേഷൻ പ്രോസസ്സ് ചെയ്യുക ഡെപ്പോസിറ്ററി ആണ്. അപ്പൊ ഞാൻ പറഞ്ഞ NSDL CDSL ഉണ്ടാവും. ഇവർക്ക് നമ്മൾ അപ്ലിക്കേഷൻ കൊടുത്തിട്ട് നമ്മളുടെ എക്സിസ്റ്റിംഗ് ഷെയർസ് ഒക്കെ ഡിമാറ്റിലേക്ക് മാറ്റണം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടി നമ്മളൊരു അപ്ലിക്കേഷൻ കൊടുക്കണം. അങ്ങനെ അപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു അതിന്റെ ഒരു ഐഡന്റിഫിക്കേഷൻ നമ്പർ കിട്ടും. അതാണ് ഇന്റർനാഷണൽ സെക്യൂരിറ്റി ഐഡന്റിഫിക്കേഷൻ നമ്പർ. ഓക്കെ, അപ്പൊ ഓരോ ഈച്ച് ടൈപ്പ് ഓഫ് സെക്യൂരിറ്റിക്കും നമ്മളുടെ ഓരോ യുണീക്ക് ആയിട്ടുള്ള ഒരു നമ്പർ, അതായത് ഡിമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്തതിൻ്റെതായിട്ട് യൂണിക് ആയിട്ടുള്ള നമ്പർ നമുക്ക് ഉണ്ടാകും. ഇൻഫോം ഓൾ ഇറ്റ്സ് എക്സിസ്റ്റിംഗ് സെക്യൂരിറ്റി ഹോൾഡേഴ്സ് അബൌട്ട് സച്ച് ഫെസിലിറ്റി. ഓക്കെ, എന്ന് പറഞ്ഞാൽ എന്താണ് ഈ CDSL ഈ ISIL വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതായത് ഇങ്ങനെ ചെയ്യാം ഈ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് എന്ത് ചെയ്യാം. ഇപ്പൊ അങ്ങനെ സംഭവമൊക്കെ ഉണ്ട്. ഇപ്പൊ നമ്മള് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ്, നിലവിൽ ഷെയർ ഹോൾഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് കമ്പനി ത്രൂ അല്ലാതെ അവരുടെ കയ്യിലുള്ള ഷെയറുകൾ ഡിമാറ്റിലേക്ക് മാറ്റാൻ പറ്റും. അപ്പൊ നമ്മൾ ഈ കമ്പനി മാത്രമല്ല കേട്ടോ ROCയായിട്ട് ഡീൽ ചെയ്യാം. ഈ ഷെയർ ഹോൾഡേഴ്സ് ഇപ്പൊ ഡിൻ എടുക്കാന്ന് പറയുമല്ലോ, ഡയറക്ടേഴ്സ് ഐഡന്റിഫിക്കേഷൻ. ഒരു കമ്പനിയിലോ LLPയിലോ ഒരാൾക്ക് ഡയറക്ടറോ ഡെസിഗ്നേറ്റ് പാർട്ണറോ ആക്കുന്നത് അയാൾക്ക് ഡിന്ന് വേണം. എന്ന് പറഞ്ഞാൽ ഡിന്ന് വേണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നമ്മൾ ഇൻകം ടാക്സിൽ പാൻ എടുക്കുന്ന പോലെ MCL കമ്പനീസ് ആക്ട് പ്രകാരം നമ്മൾ രജിസ്ട്രേഷൻ എടുക്കുക. അതാണ് ഡിന്ന് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഈ ഡിന്ന് എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും ഇതിങ്ങനെ അപ്ഡേറ്റ് ചെയ്യണതൊക്കെ ഉണ്ട്. റിന്യൂവൽ KYC എന്ന് പറയാം, നോ യുവർ ക്ലയന്റ് കസ്റ്റമർ എന്ന് പറയില്ലേ, അത് ചെയ്യണം. എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും നമ്മൾ നമ്മുടെ ആധാർ കാർഡും ഇതൊക്കെ വെച്ചിട്ട് പാൻ കാർഡൊക്കെ വെച്ചിട്ട് നമ്മളിങ്ങനെ അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കും. നമ്മൾ ജീവിച്ചിരിപ്പുണ്ട്, ഇപ്പോൾ ഒരു ഡിന്നുള്ള ആളാണ് എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ ഏതൊക്കെ കമ്പനീസിന്റെ ഡയറക്ടറാണ്, അങ്ങനത്തെ എല്ലാ ഡീറ്റെയിൽസ് അതിൽ കൊടുക്കേണ്ടി വരും. അപ്പൊ എന്ന് പറഞ്ഞാല് അപ്പൊ അതിന് എന്താ വേണ്ടത്, നമ്മളുടെ പേരിൽ MCA വെബ്സൈറ്റ് നമ്മളുടെ പേരിൽ ഒരു അക്കൗണ്ട് ഉണ്ടാവും. അപ്പൊ കമ്പനിക്ക് മാത്രമല്ല ഉണ്ടാവുക, കമ്പനിയുടെ ഓരോ ഡയറക്ടേഴ്സിനും MCAന്റെ വെബ്സൈറ്റിൽ ഒരു അക്കൗണ്ട് ഉണ്ടാവും. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കമ്പനിക്ക് ഈ ISIN കിട്ടിക്കഴിഞ്ഞാൽ ഇത് ഉപയോഗിച്ചിട്ട് ഓരോ ഷെയർ ഹോൾഡേഴ്സിനും അവരുടെ ഷെയറുകളെ ഡിമാറ്റ് ഫോമിലേക്ക് മാറ്റാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞൊരു കാര്യം നിങ്ങൾ നോക്ക്. ഇവിടെ who intends to transfer such a security shall get the securities dematerialized before the transfer. അപ്പൊ അവിടെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം. ഇപ്പൊ അവിടെ പറയുന്നത് ഒരാൾക്ക് ഷെയറുകൾ ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഷെയർ ഡിമാറ്റ് ഫോമിലേക്ക് മാറ്റണമെന്നാണ്. എന്ന് പറഞ്ഞാൽ അവിടെ ചിലപ്പോ അവിടെ എന്താണ്, കമ്പനിയുടെ എല്ലാ ഷെയറുകളും മാറിയിട്ടില്ലെങ്കിൽ പോലും ഇയാൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ചിലപ്പോൾ ഇയാളുടെ ഫെസിലിറ്റി ഉപയോഗിച്ചിട്ട് ഇയാൾ ഡിമാറ്റിലേക്ക് മാറ്റിയിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ അയാൾക്കത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അതാണ് അതിന്റെ കാര്യം പറയുന്നത്. അപ്പോൾ അതിനാണ് ഈ ഇൻഫോം ഓൾ ഇറ്റ് സെക്യൂരിറ്റി എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് അബൌട്ട് ദി ഫെസിലിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ ഈ സംഭവം വെച്ചിട്ട്
എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ, ഒരു സി ഡി എസിനായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഡെപ്പോസിറ്ററായിട്ട് അവർ കോൺടാക്ട് ചെയ്തു, അവർക്ക് അതിനുള്ള അപ്രൂവൽ കിട്ടി. ഇനി ഇവർക്ക് ഇത് വെച്ചിട്ട് എന്ത് ചെയ്യാം, ഇവർക്ക് പിന്നെ അവരുടെ ഇൻഡിവിജ്വൽ ഷെയർ ഹോൾഡേഴ്സിന് അവരുടെ ഷെയർസ് ഡിമാറ്റ് ഫോമിലേക്ക് മാറ്റാൻ പറ്റും. ഓക്കെ. Obligation of every unlisted public company: make timely payment of fees to the depository or registrar, to an issue and to share transfer agent. To the depository, registrar, okay. ഓക്കെ. അപ്പൊ അത് വേണം വെച്ചാല് പിന്നെ നമ്മള് ഈ ഡെപ്പോസിറ്ററി, രജിസ്ട്രാർ, ഷെയർ ട്രാൻസ്ഫർ ഏജന്റ് ഇതെന്നൊക്കെ പറഞ്ഞാലേ ഇപ്പൊ നമ്മള് എന്താ പറയാ, ഇതിന്റെ ഇടയിലുള്ള കുറെ ആൾക്കാരുണ്ട്. ഇപ്പൊ നമ്മൾ ഒരു ഷെയർ മാർക്കറ്റില് ഏറ്റവും നമ്മളുടെ ഒരു മുന്നിലുള്ള ഇന്റർഫേസ് എന്ന് പറഞ്ഞാല് ഈ പറയുന്ന ആപ്പുകളായിരിക്കും. ഇപ്പോൾ ഈ ആപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ, ജസ്റ്റ് നമ്മൾ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടൂള് മാത്രമാണ് എന്ന് പറഞ്ഞാൽ. ഇപ്പൊ അതിപ്പോ ഏതുപോലെ ഇപ്പൊ നമുക്ക് ഇപ്പൊ റീചാർജ് ചെയ്യാൻ നമുക്ക് എന്താ Paytm വഴി ചെയ്യാം, അല്ലെങ്കിൽ ഗൂഗിൾ പേ വഴി ചെയ്യാം, ഫോൺ പേ വഴി ചെയ്യാം അല്ലേ. അപ്പോൾ അല്ലെങ്കിൽ ഇൻഷുറൻസ് എടുക്കാം, ബൈക്ക് ഇൻഷുറൻസ്, കാർ ഇൻഷുറൻസ് എടുക്കണമെങ്കിൽ നമുക്ക് ഫോൺ പേ വഴി ചെയ്യാൻ പറ്റും. ഇലക്ട്രിസിറ്റി ബില്ല് ഇതൊക്കെ വഴി അടക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഷെയറുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു അങ്ങനെ ഒരു ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു ഡെപ്പോസിറ്ററി അല്ലെങ്കിൽ ഷെയർ ട്രാൻസ്ഫർ ഏജന്റ് ഇതൊന്നുമല്ല. ഇവരെന്ന് പറഞ്ഞാൽ ഇത് ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഒരു ആപ്പ് അത്രേ ഉള്ളൂ. അങ്ങനത്തെ നമുക്കൊരു സർവീസ് തരുന്ന ഒരാൾക്കാർ. അപ്പോ ഇവരെന്തായിരിക്കും ചെയ്യണ്ടാവുക, ഇവര് ഈ കമ്പനിയുമായിട്ട് കമ്പനിയുടെ ഒരു ഷെയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റുള്ള ഇങ്ങനത്തെ സംഭവം ഡെപ്പോസിറ്ററികൾ, അതേപോലെ ഈ ഷെയർ ട്രാൻസ്ഫർ ഏജന്റുകൾ, അങ്ങനെയുള്ള ആൾക്കാരായിട്ട് നമ്മളുടെ ഇന്റർഫേസിനെ എളുപ്പമാക്കി തരികയാണ് ചെയ്യണത്. ഇപ്പൊ ഈ സാധനം എന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ പ്രയാസപ്പെടും അല്ലെ. നമുക്ക് ഓരോ ട്രാൻസാക്ഷൻ നടത്തുന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ പ്രയാസമായിരിക്കും അല്ലെ. അപ്പൊ ഇങ്ങനത്തെ സംഭവം ഫെസിലിറ്റി അപ്പൊ നമുക്ക് എന്ന് പറഞ്ഞാല് ഇതിന്റെ ഇടയിലുള്ള കുറെ സംഭവങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും കമ്പനികൾ എന്ത് ചെയ്യേണ്ടി വരും, ഈ ഓരോ അവർക്ക് സർവീസ് കൊടുക്കുന്ന ഡെപ്പോസിറ്ററി, ഷെയർ ട്രാൻസ്ഫർ ഏജന്റ് എന്നൊക്കെ പറഞ്ഞപ്പോ എന്താ പറയാ, ഒരു കമ്പനിക്ക് ഒരു ഏജന്റ് ഉണ്ടാകും, ഏതെങ്കിലും ഷെയർ ട്രാൻസ്ഫർ ഏജന്റ് ഉണ്ടാകും. അപ്പൊ അവിടെ ഷെയർ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് മൊത്തം ഫെസിലിറ്റേറ്റ് അവരായിരിക്കും. അങ്ങനെ അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള എന്താണ് ടൈമിൽ ഫീസ് കൊടുക്കുക എന്ന് മാത്രമല്ല, മെയിൻറ്റെയിൻ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് അറ്റ് ഓൾ ടൈംസ് ഓഫ് നോട്ട് ലെസ് ദാൻ 2 years ഫീസ്. ഓക്കെ എന്ന് പറഞ്ഞാൽ അവർക്ക് അഡ്വാൻസ് ആയിട്ട് ഡെപ്പോസിറ്റ് കൊടുക്കണം. അപ്പൊ നമ്മൾ വീടൊക്കെ വാടക എടുക്കുന്ന പോലെ അല്ലെ. അപ്പൊ നമ്മള് വാടക കൊടുക്കുന്നത് ഡിഫോൾട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ പരിപാടി ചെയ്യണത് എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഫീസിൽ എന്തെങ്കിലും മീൻസ് എന്തെങ്കിലും ഡിഫോൾട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അപ്പൊ അങ്ങനത്തെ സംഭവങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട്, അതിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 2 വർഷത്തെ ഫീസ് നമ്മൾ ഈ ഡെപ്പോസിറ്ററികളായിട്ടും അല്ലെങ്കിൽ രജിസ്ട്രാറായിട്ടും അല്ലെങ്കിൽ അതിൽ ഷെയർ ട്രാൻസ്ഫർ ഏജന്റുമായിട്ടൊക്കെ നമ്മൾ 2 വർഷത്തെ ഡെപ്പോസിറ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് ഈ അൺലിസ്റ്റഡ് പബ്ലിക് കമ്പനി മെയിൻറ്റെയിൻ ചെയ്യണം. Comply with the regulations or directions or guidelines or circulars issued by SEBI or depository from time to time with respect to dematerialization of shares of unlisted public company and matters incidental thereto. Okay. No unlisted public company which has failed to comply with the above obligation shall make an offer of any security or buyback in security. Already നമ്മൾ പറഞ്ഞ കാര്യമാണ്. അല്ലല്ല അത് ഇവിടെ പറഞ്ഞത് till the payments depositories or register or share transfer agents are made എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞു ഡിമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാതെ ഈ പരിപാടികൾ നടക്കില്ല എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഈ നമ്മൾ കൊടുക്കേണ്ട ഫീസുകൾ കൃത്യമായിട്ട് കൊടുത്തില്ല, അതിൽ ഡിലേ വന്നിട്ടുണ്ടെങ്കിൽ അതും നമ്മളുടെ ഈ പറയുന്ന നമ്മളുടെ ഷെയർ ഇഷ്യൂ, ബോണസ് ഇഷ്യൂ, റൈറ്റ്സ് ഇഷ്യൂ, ഇങ്ങനത്തെ സംഭവം ബൈബാക്ക് ഇതിനൊക്കെ തടസ്സപ്പെടുത്തും. ഓക്കെ. പിന്നെ ഈ ആക്ടുകളൊക്കെ ആയിട്ട് കംപ്ലൈ ചെയ്ത് പോകുന്നതാണ് ഡെപ്പോസിറ്ററി ആക്ട്, സ്ക്രാ ആക്ട്, സെബി ആക്ട്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. Filing with registrar. Every unlisted company governed by Rule A shall submit Form Pass 6 to the registrar within 60 days from the conclusion of each half year, duly certified by a CA or CS in practice. The company shall immediately bring to the notice of the depositories any difference observed in its issued capital and the capital held in demat form. എന്ന് പറഞ്ഞാല് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ നമ്മളുടെ ഷെയറുകള് ഒരു കമ്പനിയുടെ ഷെയറുകൾ ഉള്ളത് ഇപ്പൊ നോർമലി ഒരു ഫിസിക്കൽ ഷെയർ ആണെന്നുണ്ടെങ്കിൽ അത് ഷെയർ ഇഷ്യൂ ചെയ്ത സർട്ടിഫിക്കറ്റ് ഉണ്ടാവും അല്ലെ.
അല്ലേ? നിങ്ങൾ ആലോചിച്ചൊക്കെ. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഈ ഡിമാറ്റ് ആകുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാല് ഈ കമ്പനിയും ഇൻവെസ്റ്ററും തമ്മിൽ കണക്ഷൻ ഇല്ല, അല്ലെ? കമ്പനിയും അതായത് ആരുടെ ഷെയറാണ് നമ്മൾ വാങ്ങുന്നത്? ഇപ്പൊ ടാറ്റന്റെ ഷെയർ നമ്മൾ വാങ്ങുന്നത് ലിസ്റ്റഡ് ഷെയർ മാർക്കറ്റ് ത്രൂ. പക്ഷെ നമ്മളും ടാറ്റ തമ്മിൽ ഒരു കണക്ഷനും ഇല്ല. കാരണം ഈ ഷെയറുകളൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഡിമാറ്റ് ഫോമിലാണ്. ഇത് ആരുടെ കയ്യിലുള്ള? ഡെപ്പോസിറ്ററിയുടെ കയ്യിലുള്ളത്. ഇപ്പൊ നമ്മൾ ഷെയർ വാങ്ങുക വിൽക്കുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ കണക്ഷൻ, നമ്മളുടെ കോണ്ടാക്ട് ഈ ഡിമാറ്റീരിയലൈസേഷൻ ചെയ്യുന്ന CDSലോ NSDLോ ആണ്, ഡെപ്പോസിറ്ററിനായിട്ടാണ്. ശരിയല്ലേ? ഓക്കെ. അപ്പോ കമ്പനിക്ക് ഇപ്പോൾ നിലവിൽ എത്ര ഷെയറുകളാണ് പിന്നെ പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത് എന്ന് കമ്പനിക്ക് പോലും അറിയുണ്ടാവില്ല. അത് ആർക്കേ അറിയുള്ളൂ? ഡെപ്പോസിറ്ററിക്ക് അറിയുള്ളൂ. മനസ്സിലായോ? അപ്പൊ ഇവിടെ പറഞ്ഞതെന്ന് വെച്ചാല് every unlisted public company shall submit form in past 6 to the registrar within 60 days from the conclusion of each half year duly said. എന്ന് പറഞ്ഞാൽ ഇത് ഈ പാസ് 6 എന്തുണ്ടാവുമെന്ന് വെച്ചാൽ ഇവര് കമ്പനി റെക്കോർഡ്സ് പ്രകാരം എത്ര ഷെയറുകൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, ഓക്കെ, അത് ഈ ഡെപ്പോസിറ്ററിയുടെ റെക്കോർഡ്സ് പ്രകാരം ഇഷ്യൂ ചെയ്യപ്പെട്ടിട്ടുള്ള ഷെയറുകളും ഇത് രണ്ടും മാച്ച് ആവണ്ടേ? കമ്പനി റെക്കോർഡ്സ് പ്രകാരം ഇത്ര ഷെയർ ഇഷ്യൂ ചെയ്യുന്ന കമ്പനിയുടെ റെക്കോർഡ്സ് ഉള്ളത്, പക്ഷെ ഡെപ്പോസിറ്ററിനായിട്ട് മാച്ച് ചെയ്ത് നോക്കുമ്പോൾ ഡെപ്പോസിറ്ററിയുടെ കണക്ക് തെറ്റാണ്. മനസ്സിലായോ? അപ്പൊ അത് അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ്, അങ്ങനെ എന്തെങ്കിലും ഡിഫറൻസ് ഒബ്സർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഉടനെ തന്നെ എന്ത് ചെയ്യണം? കമ്പനി എന്ത് ചെയ്യണം? ROCനെ അറിയിക്കണം. എന്ന് പറഞ്ഞാൽ ഡെപ്പോസിറ്ററിയുടെ കയ്യിലുള്ള ഷെയർ ഡീറ്റെയിൽസും സബ്സ്ക്രിപ്ഷൻ ഡീറ്റെയിൽസും കമ്പനിയുടെ കയ്യിലുള്ള സബ്സ്ക്രിപ്ഷൻ ഡീറ്റെയിൽസും തമ്മിൽ മിസ്മാച്ച് വരികയാണെന്നുണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ടും ഉടനെ തന്നെ അറിയിക്കണം. ഇമ്മീഡിയറ്റ്ലി ബ്രിങ് നോട്ടീസ് ടു ദി ഡെപ്പോസിറ്ററീസ്. അത് അറിയിച്ചത് തിരുത്താനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണം. ഓക്കെ, അതാണ്. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി ബ്രിങ് ടു ദി നോട്ടീസ് ഓഫ് ദി ഡെപ്പോസിറ്ററീസ് എന്ന് പറയുന്നുണ്ട്. ROCനെയും ഈ സാധനം അറിയിക്കാനുണ്ട് കേട്ടോ. കാരണം ഓൾറെഡി ഇവിടെ ഇതിനെ പറയുന്നത് ഫയലിംഗ് വിത്ത് രജിസ്ട്രാർ എന്നാണ്. ഓക്കെ. അപ്പൊ അതിന്റെ ഫോം ഓരോ 6 മാസം കൂടുമ്പോഴും എന്ന് പറഞ്ഞാൽ 6 മാസം കഴിഞ്ഞിട്ട് 60 ദിവസം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുക ഏപ്രിൽ ടു സെപ്റ്റംബർ. അപ്പൊ ആ 6 മാസത്തത് അടുത്ത 60 ദിവസം എന്ന് പറയുമ്പോൾ അങ്ങനെ 31 60 29. അപ്പോൾ നവംബർ 29-ാം തീയതിക്കുള്ളിൽ എന്ത് ചെയ്യണം? ആദ്യത്തെ 6 മാസത്തെ കൊടുക്കണം. രണ്ടാമത്തത് അതേപോലെ ജൂലൈ കഴിഞ്ഞാൽ മാർച്ച് കഴിഞ്ഞാൽ 30 മെയ് 30-ാം തീയതിക്കുള്ളിൽ അടുത്ത റിട്ടേൺ കൊടുക്കണം. എന്ന് പറഞ്ഞാൽ അതെന്താ കൊടുക്കുക? ഈ പറഞ്ഞ ഡിമാറ്റ് ഈ ഒരു റിട്ടേൺ എന്ന് പറയുമ്പോൾ അത് റിക്കൺസിലേഷൻ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഇത്ര ഉണ്ട്, അതിൽ മൊത്തം ട്രാൻസാക്ഷൻ എത്ര ഷെയറുകൾ ഇതിൻ്റെ ഇടയിൽ വിറ്റ് പോയിട്ടുണ്ട്, വന്നിട്ടുണ്ട്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അതായിരിക്കും കൊടുക്കുക. ഓക്കെ. ഗ്രീവൻസ് റിഡ്രസൽ മെക്കാനിസം. Grievance of the security holders of unlisted public companies under Rule 9A shall be filed before the Investor Education and Protection Fund. IEPF authority shall initiate any action against a depository or participant or registrar to an issue and a share transfer agent after prior consultation with the SEBI. Grievance പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് വരിക. നമുക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അൺലിസ്റ്റഡ് പബ്ലിക് കമ്പനിയുമായി ബന്ധപ്പെട്ടിട്ട് ഏതെങ്കിലും ഒരു ഷെയർ ഹോൾഡർക്ക് അല്ലെങ്കിൽ സെക്യൂരിറ്റി ഹോൾഡർക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് പറയാനുണ്ടെങ്കിൽ അത് IEPF-ലേക്കാണ് നമ്മൾ കംപ്ലൈന്റ് കൊടുക്കേണ്ടത്. IEPF ആരാണോ അതിൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആള് അവർക്കെതിരെ ആക്ഷൻ ഇനീഷ്യേറ്റ് ചെയ്യും ആഫ്റ്റർ കൺസൾട്ടിങ് സെബിയുമായി കണക്ട് ചെയ്തതിന് ശേഷം. ഓക്കെ. അപ്പൊ ഇതാണ് ഈ സെക്ഷനിൽ പറയുന്നത്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ നോക്കുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ജസ്റ്റ് ചെറിയ വളരെ സിമ്പിൾ സാധനമായിട്ട് പറയുന്നേ ഉള്ളൂ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ടല്ലോ ഇതിൽ. ഇത് നോക്കിയാൽ മതി. ഇപ്പൊ കമ്പനി മേക്കിംഗ് പബ്ലിക് ഓഫർ അങ്ങനെയാണെങ്കിൽ ഇഷ്യൂ ഷെയർസ് ഇൻ ഡിമാറ്റ് ഫോം. റൂൾ 9 ആർക്കാണ്? പ്രൊമോട്ടേഴ്സ് ടു എൻഷുർ സെക്യൂരിറ്റീസ് ആർ ഹെൽഡ് ഇൻ ഡിമാറ്റ് ഫോം. അൺലിസ്റ്റഡ് പബ്ലിക് കമ്പനീസ് ഇവരൊക്കെ എന്ത് ചെയ്യണം? ഡിമാറ്റ് ഫോമിൽ ഇഷ്യൂ ചെയ്യണം. പിന്നെ അതർ കമ്പനീസ് ക്ലാസ് ഓഫ് ഇതിവിടെ ഒന്നും നോട്ടിഫൈ ചെയ്തിട്ടില്ല കേട്ടോ. പ്രത്യേകിച്ച് ഏതൊരു കമ്പനി നോട്ടിഫൈ ചെയ്തിട്ടില്ല. ഇവിടെ പ്രൈവറ്റ് കമ്പനീസ്, ഇഷ്യൂയിങ് ഡിമാറ്റ് ഷെയർസ് ഓർ കൺവേർട്ടിംഗ് ഫിസിക്കൽ ഷെയർസ് ഡിമാറ്റ് എന്ന് പറഞ്ഞാൽ ഓപ്ഷനിലാണ് ഡിമാറ്റ് എന്നുള്ളത്. ഓക്കെ. അപ്പോൾ അത് മാത്രമാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കാര്യമായിട്ട് പറയുന്നത്. റൂൾ ജസ്റ്റ് പറയുന്നേ ഉള്ളൂ.
ഓക്കെ, അപ്പൊ ഈ ചാപ്റ്റർ അവസാനിച്ചിരിക്കുന്നു. സെക്ഷൻ 31 ടെക്സ്റ്റിലുണ്ട്. നോക്കിട്ട് വരാൻ കേട്ടോ. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം, ഉച്ചയ്ക്ക് പറഞ്ഞുതരാം. അപ്പൊ നമുക്ക് പണിയപ്പോ ക്വസ്റ്റ്യൻസ് നോക്കണ്ടേ? ബാക്കിലെ ക്വസ്റ്റ്യൻസ് എടുക്കൂ. Okay, first question. Trident Limited is in process of making private placement of securities. It received application money on 2nd March 23. It shall allot its securities by 60 days. അപ്പോൾ നോക്കാം എത്ര 2nd March 60 days നോക്കുക. If failed, then repay application money to the subscribers by 15 days അല്ലേ? അപ്പോൾ അവിടുന്ന് 15 days നോക്കുക. Else liable to repay that money with interest at a rate of 12%. Okay. അപ്പോൾ 2nd March 60 days നോക്കിയേ. 2nd March പറയുമ്പോൾ മാർച്ച് മാസത്തിൽ ബാക്കി 29 അല്ലേ? പിന്നെ മാർച്ച് കഴിഞ്ഞ മാസം ഏപ്രിൽ 30 ദിവസമല്ലോ. അപ്പോൾ 30 കഴിഞ്ഞ്, അപ്പോൾ 59. അപ്പോൾ ഏപ്രിൽ അടുത്ത മാസം 1 മെയ് 1 60 പ്രൈവറ്റ് പ്ലേസ്മെന്റ് ആണ്. അപ്പൊ മെയ് 1 അല്ലേ? മെയ് 1 അവിടുന്ന് 15 ദിവസം 16. അപ്പൊ മെയ് 16 12. അപ്പൊ ബി അല്ലേ ഓപ്ഷൻ? യെസ്, ബി ആണ്. 1st May, 16th May and 12th respectively. Okay, next question. Modern Furniture Limited issue a document containing offer of securities for sale that is considered as deemed prospectus, which requires such document must contain certain matters or disclosures in addition to those required under section 26. Which of the following are correct required? അപ്പോൾ additionally കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്താ? എത്ര പൈസ കിട്ടി, എത്ര കിട്ടാണ്ട്, പിന്നെ എന്തേത് ടൈം ആൻഡ് പ്ലേസ്. ഓക്കെ, അപ്പൊ നോക്കാം. പിന്നെ ഒരു കാര്യം ഉണ്ടല്ലോ, സൈൻ ചെയ്യുക 2 ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ ഹാഫ് ഓഫ് ദി പാർട്ട്നേഴ്സ്. അപ്പോൾ വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ കറക്റ്റ് റിക്വയർമെന്റ്സ് അതാ വെച്ചിട്ടുള്ളോ. ഏതൊക്കെ കറക്റ്റ്? ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് ദി നെറ്റ് എമൗണ്ട് റിസീവ്ഡ് ഓർ ടു ബി റിസീവ്ഡ് ആസ് കൺസിഡറേഷൻ ഫോർ ദി സെക്യൂരിറ്റീസ്. ശരിയല്ലേ? പേഴ്സൺ മേക്കിംഗ് ദ ഓഫർ വെർ നെയിംഡ് ഇൻ ദ പ്രോസ്പെക്ടസ് ആസ് പ്രൊമോട്ടേഴ്സ് ഓഫ് ദി കമ്പനി. അതുണ്ടോ? ഇല്ല. ടൈം ആൻഡ് പ്ലേസ് അറ്റ് വിച്ച് ദ അണ്ടർലൈങ് കോൺട്രാക്ട് ഫോർ അലോട്ട്മെന്റ് മേ ബി ഇൻസ്പെക്ടഡ്. അതുണ്ട്. അപ്പോൾ 1 and 3 ബി. Okay. Third question. Section 40 of the company. Section 40 of the Companies Act list ചെയ്യണമെന്ന സെക്ഷൻ അല്ലേ? അണ്ടർ റൈറ്റിംഗ് ഒക്കെ പറഞ്ഞില്ലേ ആ സെക്ഷൻ. Section 40 of the Companies Act requires every company shall make an application to one or more recognized stock exchange or exchanges before making public offer. Madhav Casting Limited filed an application to 3 exchanges for the securities to be dealt within such stock exchanges. It received from permission from couple of them.
and proceed with the public issue. There will be no penalty as application has been filed. Penalty on Madhav Casting Limited ranging from 5 to 50 lakh. Penalty on Madhav Casting Limited ranging from 5 to 50 lakh and every officer of the company who is in default ranging from 50,000 to 3 lakh. Penalty on Madhav Casting Limited ranging from 5 to 50 and every officer of the company who is in default ranging from 50,000 to 3 lakh or imprisonment up to 1 year. അപ്പോൾ ഇതെന്താ സംഭവം? മൂന്ന് സ്ഥലത്ത് ഒരു ചെയ്തു കൊടുത്തു, പക്ഷെ രണ്ടിടത്തെ കിട്ടിയുള്ളൂ. ആൻഡ് പ്രൊസീഡ് വിത്ത് പബ്ലിക് ഇഷ്യൂ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഒരു ഈ 3 വെച്ചിട്ട് തന്നെ ഒരു പ്രൊസീഡ് ചെയ്തു. 3 വെച്ച് പ്രൊസീഡ് ചെയ്യാൻ കഴിയില്ലല്ലോ, 2 വെച്ചിട്ടേ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ അവിടെ കോൺട്രവെൻഷൻ ഉണ്ട്. അപ്പോൾ ഈ സെക്ഷനിലെ പെനാൽറ്റി എത്രയെന്ന് ഓർമ്മ ഉണ്ടോ? ഞാൻ പറഞ്ഞിരുന്നു ഈ സെക്ഷനിൽ പെനാൽറ്റി ചോദിക്കേണ്ടതല്ലേ. 5 to 50 ലാക്കാണ് കമ്പനിക്ക്, 50,000 to 3 lakh. ഓക്കെ, അപ്പോൾ എ അല്ല ബി അല്ല, സി ഉണ്ട്. ഡിയിൽ എന്താ ഇംപ്രിസൺമെന്റ് ഉണ്ടോ സെക്ഷനിൽ? ഇല്ല. അപ്പൊ സി ആണ് ഓപ്ഷൻ. സി ആണ്. ഓക്കെ. റിഗ് എക്സ്പ്ലോറേഷൻ ആൻഡ് റിഫൈനറി ലിമിറ്റഡ് decided to raise capital through issue of a shelf prospectus. Company secretary explains the requirement to board that RERL shall be required to file an information memorandum with the registrar within dash days prior to the issue of a second or subsequent offer of securities under the shelf prospectus. 1 month alle? 1 month. Okay. Modern Furniture decided to raise capital by issue for which prospectus need to be issued. The copy of the prospectus submitted with the registrar for filing need to be duly signed by any 2 directors, majority of directors including proposed directors, every director or proposed director. ആർ ഒ സിക്ക് കൊടുക്കണ കോപ്പിയിൽ നമ്മൾ നമ്മള് എന്താ പറയാ അസേർട്ട് ചെയ്ത് പറഞ്ഞിരുന്ന ഈ സാധനം എവരി ഡയറക്ടറാണ്, എല്ലാ ഡയറക്ടേഴ്സും സൈൻ ചെയ്യണം. തുടക്കത്തിൽ സെക്ഷൻ 26 Okay. Descriptive questions. Explain various instances which make the allotment of securities as irregular allotment under the Companies Act 2013. ഇങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട് എക്സാമിന്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സെക്ഷൻ ഒന്നുമില്ല, ഇറഗുലർ അലോട്ട്മെന്റ് എന്നുള്ള സെക്ഷൻ ഒന്നുമില്ല അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മെയിനായിട്ട് നമുക്ക് അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട് പറയാം. ഒന്ന് സെക്ഷൻ 39 ഉണ്ട്, അപ്പൊ അതിൽ മിനിമം സബ്സ്ക്രിപ്ഷൻ അങ്ങനത്തെ ആ കാര്യങ്ങൾ പറയാം. പിന്നുള്ളത് പ്രോസ്പെക്ടസ് വെച്ചിട്ടും പറയാൻ പറ്റും. എന്നാൽ സെക്ഷൻ 26 ആ സംഭവങ്ങൾ ROCക്ക് ഫയൽ ചെയ്യാതിരിക്കലും അങ്ങനത്തെ പറഞ്ഞിട്ടല്ലോ. അപ്പൊ പ്രോസ്പെക്ടസുമായി ബന്ധപ്പെട്ടിട്ട് ചെയ്യാതിരിക്കുന്ന സംഭവങ്ങൾ അത് ഒരു ഇറഗുലാരിറ്റി ആയിട്ട് പറയാൻ പറ്റും. അതേപോലെ സെക്ഷൻ 39 പറയുന്ന കാര്യങ്ങൾ. അപ്പൊ ഇങ്ങനത്തെ കുറെ ക്വസ്റ്റ്യൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഏതെങ്കിലും ഒരു സെക്ഷൻ നമുക്ക് എഴുതാണ്ടാവില്ല, പല സെക്ഷൻസിൽ നമ്മൾ അത് തന്നെ നമ്മളെ എന്താ പറയാ മനഃപൂർവ്വം ഒരു ട്വിസ്റ്റിക്ക് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് അത്. ആ ഉദ്ദേശിച്ചിട്ട് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ല അങ്ങനെ. അപ്പോൾ നമ്മൾ എന്താ പ്രശ്നം വെച്ചാൽ നമ്മൾ ആ കൺഫ്യൂസ്ഡ് ആയി പോകും. ഇങ്ങനത്തെ ഒരു സാധനം നമ്മൾ എവിടെയും കണ്ടില്ലല്ലോ, ബാക്കിലൊക്കെ തെറിവിളിക്കാണോ ഈ ചെന്നായി ഇതൊന്നും പഠിപ്പിച്ചില്ല എന്ന് പറയും. അപ്പൊ അത് ഇങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പൊ നോക്കിക്കോ ആൻസർ. Irregular allotment. Companies Act does not specifically provide for the term irregular allotment of securities. Hence, we have to examine the requirements of a proper issue of securities and consider the consequences of non-fulfillment of those requirements. Okay? അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ സെക്ഷൻ 23 നമ്മുടെ ബേസിക് സെക്ഷൻ, 26 matters to be specified in prospectus, section 39 allotment, 40 listing. അപ്പോൾ ഈ സെക്ഷനോട് എല്ലാത്തിനും കൂടിയിട്ട് നമ്മൾ എടുക്കണം. അപ്പൊ അങ്ങനെ ഇവരെടുക്കുന്നത് അപ്പോൾ അത് മാർക്ക് അനുസരിച്ചിട്ട് ചെയ്യാം. 4 മാർക്കാണെങ്കിൽ 4 പോയിന്റ് എഴുതിയാൽ മതി.
നമുക്ക് നോക്കാം. വേറെ കമ്പനി ഡസ് നോട്ട് ഇഷ്യൂ എ പ്രോസ്പെക്ടസ് ഇൻ എ പബ്ലിക് ഓഫർ. ഒന്നാമത്തെ കാര്യം, പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യാതെ പബ്ലിക് ഓഫർ കൊടുക്കുക. Where the prospectus issued by the company does not include any of the matters required to be included. ഇപ്പോൾ സൈനോ ഡേറ്റോ ഇല്ലാതിരിക്കുക, ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഇല്ലാതിരിക്കുക, അങ്ങനത്തെ സംഭവങ്ങൾ. ഇനി അതുണ്ടെങ്കിലും അത് മിസ്ലീഡിംഗ് ആണെങ്കിൽ അതൊരു പ്രശ്നമാണ്. Where the prospectus has not been filed with ROC, അതും സെക്ഷൻ 26 പറയുന്നുണ്ട്. മിനിമം സബ്സ്ക്രിപ്ഷൻ ഹാസ് നോട്ട് ബീൻ റിസീവ്ഡ്, സെക്ഷൻ 39 മിനിമം എമൗണ്ട് റിസീവബിൾ സെബി പ്രകാരം 25% ആണല്ലോ. അപ്പോൾ അതിനേക്കാൾ കുറച്ച് എമൗണ്ടിൽ ആപ്ലിക്കേഷൻ മണി മേടിക്കുക. ഇൻ കേസ് ഓഫ് എ പബ്ലിക് ഇഷ്യൂ അപ്രൂവൽ ഫോർ ലിസ്റ്റിംഗ് ഹാസ് നോട്ട് ബീൻ ഒബ്റ്റൈൻഡ് ഫ്രം വൺ ഓർ മോർ ഓഫ് ദി റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഓക്കെ, അപ്പോൾ ഇതല്ലാതെ ഇനി നമുക്ക് എഴുതിക്കൂടെ? ഇനി പോയിന്റ്സ് ഇല്ലേ? ആപ്ലിക്കേഷൻ മണി ഫുൾ കിട്ടാതെ തന്നെ നമുക്ക് കൊടുക്കുക, അത് പ്രശ്നമാണ് അല്ലേ? 5% 25% സെബി പ്രകാരം 25% എന്നുള്ള പറഞ്ഞിട്ടുണ്ട്, അത് പറയാം. പിന്നെ വേറെ ഏതെങ്കിലും പോയിന്റ് പറയാനുണ്ടോ? ഏതാ? 30 ഡേയ്സിന്റെ ഉള്ളിൽ മിനിമം സബ്സ്ക്രിപ്ഷൻ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് വിത്തിൻ 15 ഡേയ്സ് തിരിച്ചു കൊടുക്കണം. അല്ല, അവിടെ അതെന്ന് വെച്ചാല് അങ്ങനെ പറഞ്ഞാൽ മതി. അതായത് 30 ഡേയ്സിന്റെ ഉള്ളിലെ മിനിമം സബ്സ്ക്രിപ്ഷൻ ഇല്ലാതെയും നമ്മൾ അലോട്ട് ചെയ്തു, അത് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ അതും ഇറഗുലർ അലോട്ട്മെന്റ് ആണ്. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നാൽ സംഭവം സിമ്പിൾ ആണ്, പക്ഷെ നമ്മള് കാണുമ്പോൾ നമ്മള് സ്റ്റണ്ടടിച്ച് പോയിരുന്നുള്ളൂ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കില്ല എന്നല്ലേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല, സംഭവം ബുദ്ധിമുട്ടൊന്നുമില്ല. ഓക്കെ, വാട്ട് ഈസ് എ ഷെൽഫ് പ്രോസ്പെക്ടസ്? സ്റ്റേറ്റ് ദി ഇമ്പോർട്ടൻറ്റ് പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു ദി ഇഷ്യൂൻസ് ഓഫ് ഷെൽഫ് പ്രോസ്പെക്ടസ് അണ്ടർ ദി പ്രൊവിഷൻസ് ഓഫ് ദി കമ്പനീസ് ആക്ട്. അപ്പോൾ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്ക്, മൈൻഡ് ഒന്ന് ആലോചിച്ച് നോക്ക്, എന്തൊക്കെ പോയിന്റ് ഒക്കെ എഴുതാൻ പറ്റുന്നുള്ളത് ഷെൽഫ് പ്രോസ്പെക്ടസ് വരുമ്പോൾ. ഒന്ന് ഷെൽഫ് ലൈഫ് ഉണ്ടാകും, 1 ഇയർ ആണ്. അവിടെ നമ്മൾ മെയിനായിട്ട് നമ്മൾ പറയുന്നത് എന്താ? ഓരോ ഓഫറിലും നമ്മൾ ഓരോ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ 1 ഇയറിന്റെ ഉള്ളിൽ അതാണ് അവിടുത്തെ മെയിൻ പോയിന്റ്. അത് പറയാം. പിന്നെന്താ പറയാ? ഇൻഫർമേഷൻ മെമ്മോറാൻഡം വേണം. അപ്പൊ അതുമായി ബന്ധപ്പെട്ട അഡീഷണൽ 2-3 പോയിന്റ്സ് ഉണ്ട്. എന്താ? അഡ്വാൻസ് കിട്ടിയാളത്, അയാൾക്ക് എക്സിറ്റ് ഓപ്ഷൻ കൊടുക്കുക, അത് നമുക്ക് എഴുതാൻ പറ്റും. പിന്നെ എന്താണ് വേറെ പ്രധാനപ്പെട്ട പോയിന്റ് പറഞ്ഞാൽ, ഷെൽഫ് പ്രോസ്പെക്ടസ് ആണെങ്കിൽ അതൊരു പ്രോസ്പെക്ടസ് ആണല്ലോ. അപ്പൊ ഈ ഒരു വിഷയം ഒഴിച്ച്, അതായത് ഈ ഒരു ഒന്നിലധികം പ്രോസ്പെക്ടസ് വേണ്ട എന്നുള്ള ഒരു വിഷയം വെച്ച് ബാക്കി എല്ലാ സംഭവങ്ങളും സെക്ഷൻ 26-ലും 23-ലൊക്കെ പറയുന്ന എല്ലാ സംഭവങ്ങളും ഇതിലും വേണം. അതും ഒരു പോയിന്റ് അല്ലേ? അപ്പൊ അത് നമുക്ക് എഴുതാം. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. അവിടെ ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോഴേ നേരത്തെ നമ്മൾ ആൻസർ നോക്കാൻ പോയത്, നമ്മൾ എന്ത് ചെയ്യാം, എന്തായിരിക്കും അതിന്റെ ആൻസർ നമ്മളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. എന്നിട്ടൊരു ഐഡിയ ഒക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ നോക്കുക ക്വസ്റ്റ്യൻ ആൻസർ. അപ്പൊ ഇതിൽ പറഞ്ഞ കാര്യം എന്താണ്? in respect of which securities or class of securities included therein are issued for subscription in one or more issues over a certain period without issue of further prospectus. അതാണ് ഫസ്റ്റ് പോയിന്റ്. ഓക്കെ, companies required to issue a prospectus each time it accesses the capital market. It leads to unnecessary repetition. അത്ര കഥയൊന്നും എഴുതണ്ട. ഇതിങ്ങനെ എഴുതി വിത്തൗട്ട് ദി ഇഷ്യൂ ഓഫ് ഫർദർ പ്രോസ്പെക്ടസ് എഴുതാം, thereby avoiding unnecessary repetition. അങ്ങനെ എഴുതിയാൽ മതി. ജസ്റ്റ് ഒറ്റ സെന്റൻസിൽ ഒതുക്കുക അതൊക്കെ. വിച്ച് മേക്സ് മോർ ദാൻ വൺ. ഓക്കെ, ഇതൊക്കെ അതിന്റെ കഥ ഇരിക്കുകയാണ്. പിന്നെ അതിന്റെ ഇത് പറഞ്ഞാൽ എന്താ ചെയ്യുക അറിയോ? സജസ്റ്റൻ ആൻസർ ഒക്കെ ആകുമ്പോൾ എന്താ ചെയ്യുക വെച്ചാൽ, ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ആ ഏരിയയിൽ എന്താണോ മെറ്റീരിയൽ അത് അങ്ങനെ എടുത്തിട്ട് കോപ്പി ചെയ്യാണ് ചെയ്യുക. അപ്പൊ ഇതൊന്നും നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. എന്താണ് ഷെൽഫ് പ്രോസ്പെക്ടസിന്റെ ഗുണം എന്താണ് അതൊന്നും എഴുതണ്ട. എന്താണ് ഷെൽഫ് പ്രോസ്പെക്ടസ്? അതിന്റെ ഇമ്പോർട്ടൻറ്റ് പ്രൊവിഷൻസ് ആണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ ഇത് എഴുതുക, 1 or more എന്താണ് ഓവർ ഒരു സർട്ടൺ പീരീഡിൽ 1 or more ഇതാക്കുന്നതിന് പകരം ഒറ്റ പ്രോസ്പെക്ടസ്. അതാണ് പ്രോസ്പെക്ടസിന്റെ ഉദ്ദേശം. അപ്പൊ വാട്ട് ഈസ് ഷെൽഫ് പ്രോസ്പെക്ടസ് എന്നതിന്റെ ആൻസർ അതാണ്. പിന്നെ അതിന്റെ പ്രൊവിഷൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ പ്രൊവിഷൻ, അതിന്റെ മാക്സിമം വാലിഡിറ്റി 1 year ആയിരിക്കും. അതാണ് പ്രധാനപ്പെട്ട പ്രൊവിഷൻ. ഓക്കെ, ഫയലിംഗ് ഓഫ് ഷെൽഫ് പ്രോസ്പെക്ടസ് വിത്ത് രജിസ്ട്രാർ, ROCക്ക് ഫയൽ ചെയ്യണം. സ്വാഭാവികമായിട്ട് അതിനൊക്കെ എല്ലാത്തിലും ഒരു പോയിന്റ് ആയിട്ട് എഴുതാം കേട്ടോ. അതൊരു കോമൺ പോയിന്റ് ആണ്. ROCനായിട്ട് ഫയൽ ചെയ്യണം. എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ROCനായിട്ട് ഫയൽ ചെയ്യാന്നുള്ള സംഭവം. ഓക്കെ, ഇറ്റ് ഹാസ് ടു ഇൻഡിക്കേറ്റ് ദ പീരീഡ് ഓഫ് വാലിഡിറ്റി നോട്ട് എക്സീഡിങ് 1 year. പീരീഡ് ഓഫ് വാലിഡിറ്റി ഈസ് ടു കമൻസ്, അതൊരു പോയിന്റ് ആണ്, നമ്മൾ പറഞ്ഞില്ല. ഫ്രം ദി ഡേറ്റ് ഓഫ് ഓപ്പണിംഗ് ഓഫ് ദി ഫസ്റ്റ് ഓഫർ.
In respect of second or subsequent offer, no further prospectus is required. Okay. പിന്നെ ഉള്ളത് ഇൻഫർമേഷൻ മെമ്മറാൻഡം ആണ്. അപ്പോൾ ഇൻഫർമേഷൻ മെമ്മറാൻഡം കൂടാതെ തന്നെ നമുക്ക് എത്ര പോയിന്റ് ഉണ്ട്? 1 year എന്നുള്ള പോയിന്റ് പറയാം. അതിന്റെ വാലിഡിറ്റി സ്റ്റാർട്ട് ചെയ്യണത് ഫ്രം ദി ഡേറ്റ് ഓഫ് ഓപ്പണിംഗ് ഓഫ് ദി ഓഫർ എന്ന് പറയാം. പിന്നെ അതുപോലെ തന്നെ സബ്സിക്വന്റ് ഓഫറുകളിൽ ഫ്രഷ് ആയിട്ടുള്ള പ്രോസ്പെക്ടസ് വേണ്ട എന്നുള്ളതും പറയാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം കേട്ടോ. അതായത് ഇപ്പോൾ ഇത് ഇൻട്രൊഡക്ഷൻ എഴുതുമ്പോഴേ നോർമലി 90 days ആണല്ലോ, അതും എഴുതാം. നോർമലി എന്ന് പറഞ്ഞാൽ 90 days ആഫ്റ്റർ ദി എന്താണ് കോപ്പി സബ്മിറ്റഡ് ടു ROC, അതാണ് നോർമൽ ഡേറ്റ്. എന്താണ് വിച്ച് മേ എക്സ്റ്റെൻഡ് ടു ഓവർ എ സർട്ടൻ പീരീഡ് എന്നായിരിക്കും നമുക്ക് ഇൻട്രൊഡക്ഷൻ നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റും. പിന്നെ ഇൻഫർമേഷൻ മെമ്മറാൻഡം അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് ഓരോ ഓഫറിലും ആ ഒരു പീരീഡിൽ വന്നിട്ടുള്ള മെറ്റീരിയൽ ആയിട്ടുള്ള മാറ്റങ്ങൾ, അതുപോലെ ഫിനാൻഷ്യൽ പൊസിഷൻ, ചേഞ്ച് ഇൻ ഫിനാൻഷ്യൽ പൊസിഷൻ, അതൊക്കെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ. അപ്പം അതിന് പാസ് ടു ഫോം അറിയുന്നുണ്ടെങ്കിൽ പാസ് ടു ഫയൽ ചെയ്യണം. അതിൻ്റെ 1 month പ്രയർ ടു ദി ഇഷ്യൂൻസ് ആ ഒരു പോയിന്റാണ്. സബ്സിക്വന്റ് ഓഫർ ഒരു മാസം മുന്നേ കൊടുക്കണം. ഓക്കെ. പിന്നെ അതുപോലെ അഡ്വാൻസ് പേയ്മെന്റ് കൊടുത്തിട്ടുള്ള ആൾക്ക് ഇതുപോലെ ഇൻഫർമേഷൻ മെമ്മറാൻഡം കൊടുക്കുകയും വേണം. അയാൾക്ക് ഒരു എക്സിറ്റ് ഓപ്ഷൻ കൂടി കൊടുക്കുകയും വേണം. അഥവാ അയാൾ എക്സിറ്റ് ചെയ്യാൻ തീരുമാനിക്കുകയാണെങ്കിൽ വിത്തിൻ 15 days അയാൾക്ക് അയാളുടെ ഫണ്ട് തിരിച്ചു കൊടുക്കണം. ഓക്കെ. പിന്നെ അതാണ് ഇൻഫർമേഷൻ മെമ്മറാൻഡം ടുഗദർ വിത്ത് ഷെൽഫ് പ്രോസ്പെക്ടസ് ഈസ് എ ഡീംഡ് പ്രോസ്പെക്ടസ്. അത് പ്രോസ്പെക്ടസ് ആയി, അതായത് ഓരോ പുതിയ ഓഫറിൽ നമ്മൾ പുതിയ പ്രോസ്പെക്ട് എന്താ പറയുക ഇൻഫർമേഷൻ മെമ്മറാൻഡം കൊടുക്കുമ്പോൾ അതിനെ ഡീംഡ് പ്രോസ്പെക്ടസ് ആയിട്ട് പരിഗണിക്കും. ഓക്കെ. അപ്പോൾ ഞാൻ വേണതേ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ നോക്കുക. നമുക്ക് ഇതൊരു എന്താ പറയുക ഇതിൻ്റെ ഒരു കൾച്ചർ നമുക്ക് കിട്ടണം. എങ്ങനെയാണ് ഈ ആൻസർ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളത്. എന്ന് വെച്ചാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയുണ്ടാവും, പക്ഷേ ഇപ്പോൾ പ്രസൻറ്റേഷനിൽ കൊടുക്കും അല്ലെങ്കിൽ എന്തൊക്കെ പോയിന്റുകൾ മിസ്സിങ് ആവും. നമ്മൾ സ്പെസിഫിക് ആയിട്ട് എഴുതിയാൽ മതി ആൻസറുകൾ എപ്പോഴും. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ കഥ എഴുതിയേക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്താണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അതിനുള്ള മാർക്കിനനുസരിച്ചിട്ട് എത്ര സ്പെസിഫിക് ആയിട്ട് എഴുതാം. Okay, next question. Board of Directors of Chandra Mechanical Toys Limited proposes to issue a prospectus inviting offers from the public for subscribing to the equity shares. State the reports which shall be included in the prospectus for the purpose of providing financial information under the provisions of Companies Act. Section 26 ആണ്. പക്ഷേ ഏതൊക്കെ റിപ്പോർട്ട്സ് ആണെന്ന് പറയണില്ല. കമ്പനീസ് ആക്ട് വേണം എന്താ സെബി പറയുന്ന റിപ്പോർട്ട്സ് കൊടുക്കണമെന്നേ പറയുന്നുള്ളൂ അല്ലേ. അത് അതുണ്ടല്ലോ സംഭവം ലാസ്റ്റ് മൊത്തം സെക്ഷൻ 26 മൊത്തം വിശദീകരിച്ചിട്ടുണ്ട് കേട്ടോ. Shall be dated and signed ഒക്കെ അവിടുത്തെ financial reports. It is provided that until the SEBI specifies the information reports, the regulations made by the Prospectus shall make a declaration. ഒന്നും ചോദിക്കാത്ത കാര്യങ്ങളാണ്. According to the Board of Directors of Chandra Mechanical Toys Limited, which proposes to issue the prospectus, shall provide such reports on financial information as may be specified by SEBI. Okay. ഇന്നൊരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യത കുറവാണ്. അതാ വരികയാണെങ്കിൽ എങ്ങനെ ആൻസർ ഉണ്ടെന്ന് മനസ്സിലായില്ലേ. മൊത്തം സെക്ഷൻ 26 മൊത്തം എഴുതി വെക്കുക. Unique Builders Limited decides to pay 2.5% of the value of debentures as underwriting commission to the underwriters, but the articles of company authorize only 2% underwriting commission on debentures. The company further decides to pay the underwriting commission in the form of flats. Examine the validity of the above arrangements under the provisions of the Companies Act. 2% പറ്റും. പക്ഷെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എത്ര പറ്റുള്ളൂ? 2 പറ്റുള്ളൂ. അപ്പൊ 2 പറ്റുള്ളൂ. വിച്ച് ഈസ് ലോവർ എന്നല്ല പറഞ്ഞേ. അപ്പൊ 2% പറ്റുള്ളൂ. അപ്പൊ അവിടെ ആദ്യത്തെ മൂവ് തെറ്റാണ്. 2% കൊടുക്കാൻ പറ്റില്ല. ഓക്കെ. ഇനി അഥവാ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് ആർട്ടിക്കിൾസ് അമെൻഡ് ചെയ്യാം. അതൊന്നും എഴുതണം കേട്ടോ. എപ്പോഴും ആർട്ടിക്കിൾസ് മെമ്മറാൻഡം അതിലത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അത് അമെൻഡ് ചെയ്തിട്ട് വേണമെങ്കിൽ മാറ്റാം. അത് എഴുതണേ. സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ട് ആർട്ടിക്കിൾസ് മാറ്റിയിട്ട് 2.5 കൊടുക്കാൻ പറ്റും. കമ്പനി ഫർദർ ഡിസൈഡ്സ് ടു പേ ദി അണ്ടർറൈറ്റിംഗ് കമ്മീഷൻ ഇൻ ദ ഫോം ഓഫ് ഫ്ലാറ്റ്സ് എന്ന് പറഞ്ഞാൽ ക്യാഷ് ആയിട്ടല്ല കൊടുക്കുന്നത്. അപ്പൊ എന്തിനു പ്രശ്നം ഉണ്ടാവും? ബാങ്ക് കൊടുക്കുന്നതാണ്.
പ്രൈവറ്റ് പ്ലേസ്മെന്റ് ആണ്. അപ്പൊ അതിനെ കുറിച്ച് എവിടെയും ഒന്നും കൊണ്ടിടില്ല. കമ്പനീസ് ആക്ട് അതിനെ കുറിച്ചിട്ട് സൈലന്റ് ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിലോ കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലല്ലേ നമുക്ക് കൊടുക്കാണ്ടിരിക്കട്ടുള്ളൂ. ഫ്ലാറ്റ് ആണെന്നുണ്ടെങ്കിലും കൊടുക്കാം. അപ്പൊ നോക്കുക, സെക്ഷൻ 46 provides that a company may pay commission to any person in connection with the subscription എന്ന് പറഞ്ഞു. Payment of such commission shall be authorized by company's articles of association. Commission may be paid out of ഇതൊന്നും ചോദിച്ചിട്ടില്ലല്ലോ. എക്സാമിൻ വാലിഡിറ്റി ഓഫ് above arrangements എന്നേ ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ ഇത്ര എഴുതേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞില്ലേ എക്സാമിൽ എന്താ ചോദിക്കണം അതിന് ആൻസർ ചെയ്താൽ മതി, മൊത്തം എഴുതൊന്നും വേണ്ട. റേറ്റ് ഓഫ് കമ്മീഷൻ ഇൻ കേസ് ഓഫ് ഡിബഞ്ചേഴ്സ്. അപ്പൊ ഞാൻ പറഞ്ഞിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് റിലവന്റ് ആയിട്ട് വരുന്ന ഭാഗം ഏതാണോ അത് ആൻസർ പ്രസന്റ് ചെയ്യാം. എന്ന് പറഞ്ഞാല് ഇപ്പൊ ഇവിടെ കമ്മീഷന്റെ കാര്യം പറയുന്നത്. കമ്മീഷനെ കുറിച്ച് പറയുന്നത് എന്താണ്, ആദ്യം നമുക്ക് ഇത് പറയാം. കമ്മീഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ അത് പറയാം നമുക്ക്. രണ്ടാമത്തെ പോയിന്റ് പറയേണ്ട ആവശ്യമില്ല, അതായത് ഔട്ട് ഓഫ് പ്രൊസീഡ്സ് ആണോ അല്ലെങ്കിൽ ഔട്ട് ഓഫ് പ്രോഫിറ്റ്സ് ആണോ അത് പറയേണ്ട ആവശ്യമില്ല. പിന്നെ ഇത് പറയണം, അതായത് മാക്സിമം 2.5 ഓർ പറഞ്ഞിട്ടുള്ള കാര്യം വിച്ച് എവർ ഈസ് ലെസ് അതായിരിക്കും പറയേണ്ടത്. ഓക്കെ, എന്നിട്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് പോകാം. Thus the underwriting commission in case of debentures is limited to 2.5%. In view of the above, decision of Unique Builders Limited to pay underwriting commission exceeding 2% as prescribed in the articles is invalid. Okay, കാരണം ആർട്ടിക്കിൾസിൽ 2% പറഞ്ഞിട്ടുള്ളൂ, അതുകൊണ്ടാണ്. Company may pay the underwriting commission in the form of flats since there is no prohibition on payment of underwriting commission in kind. Further, in case of Booth versus New Afrikaner Gold Mining Limited, it was held that underwriting commission may be paid in cash or in kind or in lump sum or by way of a percentage. ഇത് ഇന്ത്യയിലുള്ള കേസല്ല, ഇന്ത്യക്ക് പുറത്തുള്ള കേസായിരിക്കും. പേര് കേട്ടിട്ട് അങ്ങനെ തോന്നിയത്. നമ്മള് ഇന്ത്യയില് ഇതില്ലേ, അപ്പൊ നമ്മള് ലീഗൽ കേസ് ഇതുണ്ടാവല്ലോ, കേസ് ലോസ് ഒക്കെ എടുക്കുമ്പോൾ ഫോറിൻ നിയമങ്ങൾ എടുക്കും കേട്ടോ, അങ്ങനെ എടുക്കാറുണ്ട്. ഫോറിൻ റെഫറൻസ് ഒക്കെ നമ്മൾ എടുക്കും. പക്ഷെ നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷന് വിരുദ്ധമാവാതെ ഇരുന്നാൽ മതി. PQR Bakers Limited wants to raise funds for its upcoming project. Accordingly, it has issued private placement offer letters for issuing equity shares to 55%. അത് എണ്ണത്തിന്റെ ക്വസ്റ്റ്യൻ ആണ്. 55%, of which 4 are QIBs and remaining are individuals. QIB വരുമോ? ലിമിറ്റിൽ പെടൂല. അപ്പൊ 55 4 കുറച്ചാൽ ബാക്കി 51 ആയി. Before the completion of allotment of equity shares under this offer letter, company issued another private placement offer letter to another 155 persons in their individual's name for issue of its debentures. ഷെയർ അല്ല, ഡിബഞ്ചർ ആണ്. ആദ്യം ഷെയർ ആയിരുന്നു, ഇപ്പൊ ഡിബഞ്ചർ ആണ്. Being a public company, is it possible for PQR Bakers Limited to issue securities under a private placement offer? അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. പബ്ലിക് കമ്പനി ആണെങ്കിൽ പ്രൈവറ്റ് പ്ലേസ്മെന്റ് പറ്റൂലേ? പറ്റും. അപ്പൊ സെക്ഷൻ 23 പ്രകാരം അത് അലൗഡ് ആണ്. By doing so, whether the company is in compliance with the provisions relating to private placement or should these offers be treated as public offers? അപ്പൊ 200 മുകളിലേക്ക് പോയാലാണ് അങ്ങനെ ഒരു പ്രൊവിഷൻ കിട്ടോ. 200 മുകളിലേക്ക് പോയാൽ അതിന് പബ്ലിക് ഓഫർ ആയിട്ടാണ് പരിഗണിക്കുക എന്ന് പറഞ്ഞാൽ പ്രോസ്പെക്ടസ് വേണം. 200 മുകളിലേക്ക് പോയാൽ. What if the offer for debentures is given after allotment of equity shares but within the same financial year? ഓക്കെ, അപ്പൊ എന്താ കേസ്? ആദ്യം 55 ആൾക്ക് കൊടുത്തു, അതിൽ 4 QIB ആണ്, ബാക്കി 51. പിന്നെ 155 ആൾക്കും കൂടി കൊടുക്കുകയാണ്. 155 ആൾക്ക് എന്ന് പറയുമ്പോൾ അത് ഡിബഞ്ചർ ആണ്, എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സെക്യൂരിറ്റി ആണ്. അപ്പൊ അങ്ങനെ പ്രശ്നമില്ല. പക്ഷെ അവിടെ വേറെ പ്രശ്നം എന്താ? ആദ്യത്തെ അലോട്ട്മെന്റ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ ആദ്യത്തെ അലോട്ട്മെന്റ് കംപ്ലീറ്റ് ചെയ്തിട്ടേ അടുത്ത അലോട്ട്മെന്റ് നടത്താൻ പാടുള്ളൂ. അവിടെ സെയിം ആകണമെന്നില്ല. അതായത് ആദ്യത്തെ അലോട്ട്മെന്റ് ഷെയർ ആയതുകൊണ്ട് രണ്ടാമത്തെ അലോട്ട്മെന്റ് ഡിബഞ്ചർ ആകെ ബാധിക്കില്ല, അങ്ങനൊന്നുമില്ല. അലോട്ട്മെന്റ് ഒരെണ്ണം ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്ത അലോട്ട്മെന്റ് പറ്റുള്ളൂ. അത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സെക്യൂരിറ്റി ആണെങ്കിൽ. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സെക്യൂരിറ്റി എന്നുള്ളത് പ്രത്യേകം പരിഗണിക്കപ്പെടുന്നത് ലിമിറ്റിന്റെ കാര്യത്തിൽ മാത്രമാണ്. ഈ കാര്യത്തിൽ പരിഗണിക്കപ്പെടുന്നില്ല. അപ്പൊ അവിടെ പ്രശ്നമുണ്ട്, അത് പറ്റൂല. പിന്നെ ചോദിച്ചിട്ടുള്ളത് ചോദിച്ചു പ്രൈവറ്റ് പ്ലേസ്മെന്റ് പറ്റുമെന്നുള്ളതാണ്. പബ്ലിക് കമ്പനിക്ക് അത് പറ്റും. സെക്ഷൻ 23 അത് അനുവദിക്കുന്നുണ്ട്.
പിന്നെ അവരെ ആദ്യത്തെ 55% ഓക്കെയാണ് അല്ലേ, അത് പ്രശ്നമല്ലോ, അത് നമുക്ക് പറ്റും. രണ്ടാമത്തെ പറ്റില്ല, കാരണം ആദ്യത്തെ കംപ്ലീറ്റ് ആയിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ്. ഓക്കെ. പിന്നെ രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ, വാട്ട് ഇഫ് ദ ഓഫർ ഫോർ ഡിബെഞ്ചേഴ്സ് ഈസ് ഗിവൻ ആഫ്റ്റർ അലോട്ട്മെന്റ് ഓഫ് ഇക്വിറ്റി ഷെയർസ് ബട്ട് വിത്തിൻ ദ സെയിം ഫിനാൻഷ്യൽ ഇയർ? പ്രശ്നമുണ്ടോ? പ്രശ്നമില്ല. അപ്പൊ അത് അലോഡാണ്. ഓക്കെ. അപ്പൊ സെക്ഷൻ 23 നമ്മൾ റെഫർ ചെയ്യണം, സെക്ഷൻ 42 റെഫർ ചെയ്യണം. അപ്പൊ നോക്കാം. Any private or public company may make private placement through issue of a private placement offer letter. Section 42 ൽ അത് പറയണ്ട, അപ്പോൾ അത് കോട്ട് ചെയ്താൽ മതി. However, offer shall be made to the person not exceeding 50 എന്നുള്ളതേ ഇതിന്റെ ബേസ് സെക്ഷൻ ആണ് കേട്ടോ. അതായത് സെക്ഷനിൽ 50 ആണ്, പിന്നെ വേണമെങ്കിൽ ഫർദർ ക്യാൻ ബി ഇൻക്രീസ് ആസ് മേ ബി പ്രിസ്ക്രൈബ് എന്ന് പറയുന്നത് റൂൾസ് പ്രകാരം ഇത് കൂട്ടാം. അങ്ങനെ റൂൾസ് പ്രകാരം കൂട്ടിയതാണ് 200 കേട്ടോ. അപ്പോൾ റൂളിലാണ് ഇത് 200 ആക്കിയത്. അപ്പോൾ സെക്ഷനിൽ ശരിക്കും 50 ആണ്, റൂളിൽ അത് കൂട്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പവർ വെച്ചിട്ട് 200 ആക്കിയിട്ടുണ്ട്. നമ്മൾ പഠിച്ച 200 ആണ്, 50ന്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടില്ല. അപ്പം അത് എഴുതണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ എഴുതിയാൽ മതി. എന്താണ് ആസ് പെർ സെക്ഷൻ 42 റെഡ് വിത്ത് റിലവൻറ്റ് റൂള്. ഓക്കെ. റൂൾ അറിയുന്നുണ്ടെങ്കിൽ റൂൾ എഴുതാം. റൂൾ എഴുതണ്ട. റെഡ് വിത്ത്, അതായത് നമ്മൾ സെക്ഷനും അതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും പോലെ നോട്ടിഫിക്കേഷനോ സർക്കുലറോ റൂളോ ഒക്കെ പറയുമ്പോൾ റെഡ് വിത്ത് എന്നാണ് ഉപയോഗിക്കുക. സെക്ഷൻ 11 റെഡ് വിത്ത് ഈ റൂള് അങ്ങനെയാണ് പറയാം. ഓക്കെ. അപ്പോൾ സെക്ഷൻ 42 റെഡ് വിത്ത് അതിൻ്റെ റിലവൻറ്റ് റൂൾസ് എഴുതിയാൽ മതി. എന്താണ് പ്രിസ്ക്രൈബ്സ് മാക്സിമം ഓഫ് 200 persons who can be offered securities under the private placement. പക്ഷെ എന്താണ് that will exclude shares offered to qualified institutional buyers and ESOP നിർബന്ധമല്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളെ ക്വസ്റ്റ്യൻ റിലവൻ്റ് ആയിട്ട് മാത്രം എഴുതിയാൽ മതി. എഴുതിയാൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ആവശ്യമില്ല. ഓക്കെ. ഇനി അപ്പോൾ അത് ഒഴിവാക്കാം. ഇറ്റ് ഈസ് ടു ബി നോട്ടഡ് ദാറ്റ് ഇഫ് എ കമ്പനി മേക്സ് എൻ ഓഫർ ഓർ ഇൻവിറ്റേഷൻ ടു മോർ ദാൻ ദ പ്രിസ്ക്രൈബ്ഡ് നമ്പർ ഓഫ് പേഴ്സൺസ് ഇറ്റ് ഷാൽ ബി ഡീംഡ് ടു ബി ആൻ ഓഫർ ടു ദി പബ്ലിക്. ഓക്കെ. അപ്പോൾ അക്കോർഡിംഗ്ലി പ്രോസ്പെക്ടസ് വേണ്ടി വരും. ഓൾസോ എ കമ്പനി ഈസ് നോട്ട് പെർമിറ്റഡ് ടു മേക്ക് ഫ്രഷ് ഓഫർ under this section if the allotment with respect to any offer made earlier has not been completed or otherwise that offer has been withdrawn or abandoned by the company. ഒന്നല്ല അത് കംപ്ലീറ്റ് ആണ്, അല്ലെങ്കിൽ അത് കമ്പനി അത് ഒഴിവാക്കണം. This provision is applicable even if the issue is of different kind of security. Any offer or invitation not in compliance with the provisions of this section shall be treated as a public offer. അതുകൊണ്ട് നമ്മൾ ആ പോയിന്റ് പറഞ്ഞില്ല. അതായത് ആ പറയുന്ന ഓഫർ ഇപ്പം രണ്ടാമത് 155 കൊടുത്തത് അത് ഒരു ഇൻവാലിഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വോയിഡ് ആയിട്ടുള്ള സാധനം എന്നല്ല പറഞ്ഞത്, അതിന് പബ്ലിക് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടെ പ്രോസ്പെക്ടസിന്റെ പ്രശ്നം വരും. ഇൻ ദ ഗിവൺ കേസ് പിക്ചർ ബേക്കേഴ്സ് ലിമിറ്റഡ് ദോ എ പബ്ലിക് കമ്പനി ബട്ട് ദി പ്രൈവറ്റ് പ്ലേസ്മെന്റ് പ്രൊവിഷൻസ് അലോ ഈവൻ എ പബ്ലിക് കമ്പനി ടു റേസ് ഫണ്ട്സ് ത്രൂ ദിസ് റൂട്ട്. ദ കമ്പനി ഹാസ് ഗിവൺ ഓഫർ ടു 55 persons ഔട്ട് ഓഫ് വിച്ച് ആദ്യം പ്രൊവിഷൻ പറഞ്ഞാണ്, ഇതൊക്കെ പ്രൊവിഷൻ പറഞ്ഞു ഈ കേസ് പറയുന്നത്. 55 persons out of 4 are qualified institutional buyers and hence the offer is given effectively to only 51 persons which is well within the limit of 200 persons. From this point of view the company complies the private placement provision. അപ്പോൾ അതിനെ പബ്ലിക് ആയിട്ട് എടുക്കണ്ട. ആ 51 55നെ പബ്ലിക് ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. However, as per the question, company has given another private placement offer before completing the allotment in respect of first offer and therefore second offer does not comply with the provisions of section 42. Hence the offers given by the company will be treated as public offer. Okay. In case the company gives offer for debentures in the same financial year after allotment of equity shares is complete, then both the offers can well then be treated as a private placement offers. Okay. ഇതിൽ ഇത്ര എഴുതിയിട്ട് ഇതൊക്കെ ഒരു 6 മാർക്കിനൊക്കെ ചോദിച്ചാൽ എത്ര എഴുതേണ്ടി വരും? 6 മാർക്കിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഇത്ര പ്രൊവിഷൻ എഴുതാം. ഇപ്പൊ ഇതിലൊക്കെ കണ്ടില്ലേ, അവര് ഓരോന്നിങ്ങനെ ഓരോ പാരഗ്രാഫ് ആക്കിയിട്ടാണ് എഴുതുന്നത്. ഒക്കെ കൂടി ഒരു കഥ എഴുതി വെക്കണ്ട. അപ്പൊ അത് ഭയങ്കര വാല്യൂ ചെയ്യുന്ന ആൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ ഒരു എസ് പോലെ എഴുതുമ്പോൾ. അപ്പൊ ഓരോ പോയിന്റ് ഓരോ പ്രൊവിഷനും സെയിം പ്രൊവിഷനിൽ തന്നെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയുമ്പോൾ അതൊരു പുതിയ സെന്റൻസിൽ സ്റ്റാർട്ട് ചെയ്യാം, പുതിയൊരു ലൈനിൽ സ്റ്റാർട്ട് ചെയ്യാം, പാരഗ്രാഫിൽ സ്റ്റാർട്ട് ചെയ്യപ്പെടും. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 6. How does the Companies Act 2013 regulate and restrict the following matters in respect of a company going for public issue of shares?
മിനിമം എമൗണ്ട് സ്റ്റേറ്റഡ് ഇൻ പ്രോസ്പെക്ടസ് ആൻഡ് ആപ്ലിക്കേഷൻ മണി പേബിൾ ഓൺ ഷെയർസ്. മിനിമം എമൗണ്ട് ഉദ്ദേശിക്കുന്നത് മിനിമം സബ്സ്ക്രിപ്ഷൻ ആണ്, സബ്സ്ക്രിപ്ഷൻ എമൗണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് സെക്ഷൻ 39 ആണ് ചോദിക്കുന്നത്. അപ്പോൾ അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ടുള്ള സെക്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ മിനിമം സബ്സ്ക്രിപ്ഷനും അപ്ലിക്കേഷൻ മണിയും ഇതുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് കമ്പനീസ് ആക്ടിൽ പറയണതാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്താണ്, ഇപ്പോൾ മിനിമം എമൗണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ ഷെയർസ് അലോട്ട് ചെയ്യാൻ പറ്റില്ല. ഒന്ന്, അത് വിത്തിൻ 30 days ചെയ്യണം. വിത്തിൻ 30 days ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ 15 daysനുള്ളിൽ പൈസ തിരിച്ചു കൊടുക്കണം. തിരിച്ചു കൊടുത്തില്ലെങ്കിൽ വിത്ത് 15% പെർ ആനം ഇൻട്രസ്റ്റിലാണ് പൈസ കൊടുക്കേണ്ടി വരിക. പിന്നെന്താണ്, പിന്നെ പെനാൽറ്റി ഇല്ലേ, 1000 to 1 lakh അത് വരും. ഓക്കെ, അത്രയും വരും. പിന്നെ അപ്ലിക്കേഷൻ മണി 5% കമ്പനീസ് 25% സെബി അത് എഴുതണം. അപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്യണം, റിസീവ് ചെയ്യാണ്ട് കൊടുക്കാൻ പാടില്ല. ഓക്കെ, പിന്നെ അല്ല റിട്ടേൺ ഓൺ അലോട്ട്മെന്റ് എഴുതാൻ വേണമെങ്കിൽ വിത്തിൻ 30 days റിട്ടേൺ ഓൺ അലോട്ട്മെന്റ് കൊടുക്കണം. ഓക്കെ, എന്ന് പറഞ്ഞാൽ സെക്ഷൻ മൊത്തം ഫുൾ എഴുതിയിട്ടുണ്ട്. അപ്ലിക്കേഷൻ മണി ഡോർ ചെയ്തിട്ടുണ്ടല്ലോ. ആൻസർ വായിച്ചത് Okay, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Examine the validity of the following statement. Articles of Association of X Limited contain a provision that the underwriting commission may be paid up to 4% of the issue price of shares. However, the board of directors have decided to pay the underwriting commission of 5% to deal and accompany the underwriters. പറ്റില്ലല്ലോ, ഇതേ സാധനം നമ്മൾ ഇവിടെ ഉണ്ടല്ലോ നേരത്തെ. അപ്പോൾ ആർട്ടിക്കിൾസ് മാറ്റുകയാണെങ്കിൽ പറ്റും, 5% പറ്റും, പ്രശ്നമില്ല. അതർവൈസ് പറ്റില്ല. ഓക്കെ, ഞാൻ ഇതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാമെന്ന് വിചാരിച്ച സമയത്തല്ലോ. ഇതിലേ നോട്ടെ, 24-38 ഒക്കെ ടെക്സ്റ്റിലുണ്ട്. കാര്യമായിട്ടൊന്നുമില്ല.
തൽക്കാലം ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. Board of Directors of ABC Limited exam ആണ് are proposing to raise funds to the public through issue of equity shares. However, due to volatile financial markets, the price per share and the number of shares to be issued are left open and to be decided post closure of the issue. As a financial advisor of the company, what would you suggest to the board in this regard as per the provisions of the Companies Act 2013? അഞ്ച് വാർത്ത ക്വസ്റ്റ്യൻ സംഭവം എന്താ? മനസ്സിലായോ? റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് ആണ് അതല്ലേ ഓപ്ഷൻ അല്ലേ? അപ്പൊ അത് 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് ആയിട്ട് എന്താ പോയിന്റുകള് എന്തൊക്കെയുള്ളത്? അതായത് 2 കാര്യങ്ങളാണ്, മാർക്കറ്റ് പ്രൈസും ഇഷ്യൂ പ്രൈസും നമ്പർ ഓഫ് ഷെയർസും. അത് മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല, ബാക്കിയൊക്കെ പറയണം അല്ലേ? 5 മാർക്ക് ചോദിച്ചിട്ടുണ്ട്. 5 മാർക്ക് എഴുതുക. 3 ദിവസത്തിന് മുന്നേ ROC കൊടുക്കണം, പിന്നെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് കൊടുക്കണം. ആ പോയിന്റുകളൊക്കെ എഴുതാം. പിന്നെ 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. വേറെ എഴുതുക. ഏതാ? ഓക്കെ. എന്താണ്? ഓക്കെ, നോക്കാം. As a financial concern, board of directors would be advised to issue a red herring prospectus. The expression red herring prospectus means a prospectus which does not include complete particulars of the quantum or price of the securities included therein. Okay, thus ABC Limited may raise from funds from the public through red herring prospectus, whereby the price per security and number of securities are left open to be decided. Okay. പിന്നെ പറയുന്നത് റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് ഈസ് ഇഷ്യൂഡ് പ്രയർ ടു ദി ഇഷ്യൂ ഓഫ് പ്രോസ്പെക്ടസ്. അപ്പോൾ അത് എന്താണ് വിത്തിൻ 3 days ആണ്. അപ്പോൾ ഫയലിംഗ് വിത്ത് രജിസ്ട്രാർ അതാണ് 3 days. സെക്കൻഡ് പോയിന്റ് ഒബ്ലിഗേഷൻ അണ്ടർ റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് വിസാവിസ് എന്ന് പറഞ്ഞാൽ എന്താ? വിസാവിസ് എന്ന് പറഞ്ഞാൽ ഈ സെയിം ആസ് എന്ന് പറയില്ലേ? അതായത് സാധാ പ്രോസ്പെക്ടസ് പോലെ തന്നെയാണ് മറ്റേ റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസിനുള്ള ഒബ്ലിഗേഷൻ. ഈ 2 കാര്യങ്ങളില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ. Filing of red herring prospectus with registrar and SEBI upon closing of offer. Okay. നമ്മൾ പറഞ്ഞ പോയിന്റ്സ് തന്നെ. ഓക്കെ. അപ്പോൾ അത് എഴുതി പിടിപ്പിക്കണം, അതാണ് നമ്മളെ ടാസ്ക്. ഇതൊക്കെ നമ്മൾ നോക്കിയാൽ മതി. പിന്നെ വന്നിട്ടേ ഇതിന്റെ എക്സാം ക്വസ്റ്റ്യൻസ് വന്നിട്ട് നോക്കാം. ഡിസംബർ എക്സാം 23 നോക്കണം. എനിക്ക് ഇതുവരെയുള്ള കിട്ടിയുള്ളൂ. നോക്കണം വരണ്ടല്ല. ഇത് ഞാൻ ഒരു സ്ഥലത്ത് കിട്ടിയാണ് എനിക്ക് ഇത്ര കമ്പയർ ചെയ്തിട്ട്. ഇതൊക്കെ കമ്പയർ ചെയ്ത സമയമാണ്. ബാക്കി നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. RD Limited issued a prospectus. All the statements contained therein were literally true. Okay, exam question ആണ്. It also stated that company had paid dividends for a number of years, but did not disclose the fact that the dividends were not paid out of trading profits but out of capital profits. അപ്പോൾ അത് പറ്റൂല. അതായത് പറ്റൂല മീൻസ് ഡിവിഡൻഡ് നോർമലി കൊടുക്കുക പ്രോഫിറ്റിൽ നിന്നാണ്. അതായത് ഒരു കമ്പനി ഡിവിഡൻഡ് റെഗുലർലി കൊടുക്കുകയാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ കമ്പനി പ്രോഫിറ്റിലാണെന്നാണ്. അപ്പോൾ കമ്പനി പ്രോസ്പെക്ടസിൽ പറയുന്നത് ഡിവിഡൻഡ് കൊടുത്തിട്ടുണ്ട്, അപ്പം അതിനർത്ഥം കമ്പനി പ്രോഫിറ്റിലാണെന്നുള്ളൊരു പിക്ചറാണ് ഇൻവെസ്റ്റേഴ്സിന് മുന്നിൽ അവർ കൊടുക്കുന്നത്. പക്ഷെ സാധനം കൊടുത്തത് എങ്ങനെ? അസറ്റുകൾ വിറ്റിട്ടാണ്. ആൻഡ് അലോട്ടി ഓഫ് ദി ഷെയർസ് ക്ലെയിംസ് ടു അവോയ്ഡ് ദി കോൺട്രാക്ട് ഓൺ ദി ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ റിസൈൻ ചെയ്യാണ്. ഇപ്പൊ റിസൈൻ ചെയ്യുന്ന കാര്യം എന്തെല്ലാം പറയുന്നത്? നമ്മളെ കമ്പനീസ് ആക്ടിൽ അങ്ങനത്തെ സാധനമില്ല, പക്ഷെ കോൺട്രാക്ട് ആക്ടിലുണ്ട് റിസൈൻ ചെയ്യാന്ന് പറഞ്ഞില്ലേ? അപ്പോ
An allotee of shares claims to avoid the contract on the ground that the prospectus was false in material particulars. Decide that the argument of shareholder as per the provisions of the Companies Act is correct or not. ഇത് സംഭവം മിസ്ലീഡിംഗ് ആണ് അല്ലേ? അതൊക്കെ ഓക്കെയാണ്, നമ്മൾ ചോദിച്ചിട്ടുള്ളതാണ്. റിസൈൻ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ റിസൈൻ ചെയ്യാൻ പറ്റും തന്നെ പറയാം. കോൺട്രാക്ട് വെച്ച് നോക്കുമ്പോൾ എങ്ങനെ ആൻസർ ചെയ്യാം? അപ്പോൾ നമുക്ക് ഒന്നത് പറയാം, എന്താണ് ഒമിഷൻ ഓർ കമ്മീഷൻ ഇൻ പ്രോസ്പെക്ടസ് വിച്ച് ഈസ് മിസ്ലീഡിങ്. അപ്പോൾ അത് വെച്ചിട്ട് സെക്ഷൻ 34, 35 ലയബിലിറ്റി വരും എന്നുള്ള സംഭവമൊക്കെ എഴുതാൻ പറ്റും. പക്ഷെ ക്വസ്റ്റ്യന് സ്പെസിഫിക്കലി ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഇയാളുടെ ആർഗ്യുമെന്റ് ശരിയാണോ ഇല്ല എന്നുള്ളത്. ഓക്കെ, റിസൈൻ ചെയ്യാം നോക്കാം, വായിച്ചു നോക്കാം. അക്കോർഡിംഗ് ടു സെക്ഷൻ 34, prospectus issued a circular distributed includes any statement which is untrue or misleading in form or context in which it is included, or where any inclusion or omission or any matters is likely to mislead every person who authorizes shall be liable to section 447. അതുപോലെ 35(3) സെയിം സാധനം തന്നെ പറയണത്, പക്ഷെ എന്താണ് സിവിൽ ലയബിലിറ്റി ആണ് കൊടുക്കുക. shall be personally responsible without any limitation. അതൊക്കെ പറഞ്ഞു. In the given question, non-disclosure of the fact that dividends were paid out of capital proceeds is a concealment of material fact, as a company is normally required to distribute dividend only from trading or revenue profits, and under exceptional circumstances it can pay dividend out of capital profits. Hence a material misrepresentation has been made. Accordingly, in the given case, the allotee can avoid the contract of allotment of shares. അത്രേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ നമുക്ക് ഇതും കൂടി എഴുതാട്ടോ, ആസ് പെർ കോൺട്രാക്ട് ആക്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു മെൻഷൻ കൊടുത്താൽ മെറ്റീരിയൽ ആ സാധനം ഉണ്ടല്ലോ, ഇൻസ്റ്റിറ്റ്യൂട്ട് മെറ്റീരിയൽ ആ സാധനം മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്കത് ചെയ്യാം. അടുത്തത് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, എക്സാം ക്വസ്റ്റ്യൻ ആണ്. എക്സാമിൻ ദാറ്റ് ഫോളോയിങ് ഓഫേഴ്സ് ഓഫ് ABC Limited ആർ ഇൻ കംപ്ലൈൻസ് വിത്ത് പ്രൊവിഷൻസ് ഓഫ് കമ്പനീസ് ആക്ട് റിലേറ്റഡ് ടു പ്രൈവറ്റ് പ്ലേസ്മെന്റ്. ഇത് നമ്മൾ നേരത്തെ വായിച്ച ക്വസ്റ്റ്യനാണ്. 55 and 55 സെയിം ആണ്. അപ്പോൾ അത് എക്സാം ക്വസ്റ്റ്യൻ ആണെന്ന് അർത്ഥം. July 21 exam. ABC Limited proposes to issue series of debentures frequently within അത് മറ്റേ സാധനം shelf prospectus within a period of 1 year to raise the fund without undergoing the complicated exercise of issuing the prospectus every time of issuing a new series of debentures. Examine the feasibility of the proposal of ABC Limited having taken into account the concept of deemed prospectus dealt with under the provisions of the Companies Act. ഓക്കെ, അപ്പോൾ ഡീംഡ് പ്രോസ്പെക്ടസിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. ഷെൽഫ് പ്രോസ്പെക്ടസ് ആയിട്ട് ഇഷ്യൂ ചെയ്യാൻ പറ്റും. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, ഷെൽഫ് പ്രോസ്പെക്ടസ് പറഞ്ഞാൽ മതി. ഓക്കെ, ഇതൊക്കെ അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണ്. April 21 എക്സാം. CDIS Limited is planning to make a private placement of securities. The managing director arranged to obtain a brief note from some source explaining the salient features of the issue of the private placement that the board of directors shall keep in mind while approving the proposal. The brief note includes the information section on the following points. A private placement shall be made only to a select group. ശരിയാണോ തെറ്റാണോ പറയണം കേട്ടോ. Private placement shall be made only to a selective group of identified persons not exceeding 200 in a financial year. ശരിയാണ്. Aforesaid ceiling of identified persons shall not apply to the offer made to qualified institutional buyers but is applicable to the employees of the company who will be covered under ESOP. തെറ്റല്ലേ? അത് തെറ്റാണ്. Offer on private placement basis shall be made only once in a financial year for any number of identified persons not exceeding 200. ഒറ്റ സ്പെഷ്യൽ റെസൊല്യൂഷൻ മതിയെന്ന് മതിയോ? ഓഫർ ഓൺ പ്രൈവറ്റ് പ്ലേസ്മെന്റ് ബേസിസ് ഓക്കെ, ഒറ്റവട്ടം പറ്റുള്ളൂ. അത് ഒറ്റവട്ടം എന്ന് പറഞ്ഞാൽ 200 നമ്മൾ മാക്സിമം പറഞ്ഞു. അപ്പൊ നമ്മൾ പറഞ്ഞു 50 50 50 50 അങ്ങനെ പറ്റൂല, ഒറ്റവട്ടമേ പറ്റുള്ളൂ. അപ്പൊ ആ തവണ ചെയ്യുമ്പോൾ 200-നുള്ളിൽ ഒരു സാധനം ചെയ്യാം. അങ്ങനെയാണോ? അങ്ങനെയല്ലോ, അങ്ങനെയല്ല. എത്ര തവണയും പറ്റും. ഇതിനെ ഫിനാൻഷ്യൽ ഇയറിൽ 200 ക്രോസ് ചെയ്യാൻ പാടില്ല എന്നേ ഉള്ളൂ. ഓരോ തവണയും സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. The company solicits your remark on the points referred to. Okay, ഇത്രേ ഉള്ളൂ.
എത്ര മാർക്ക് ക്വസ്റ്റ്യനാ? 4 മാർക്ക് ക്വസ്റ്റ്യൻ. അയ്യോ, ഇനി നമുക്ക് നിർത്താം, സമയം നമുക്ക് ഉച്ചയ്ക്ക് ശേഷം നോക്കാം. ഓക്കെ.